ഹലോ, ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ? റെസ്പോണ്ട് ചെയ്തേ. കേൾക്കുന്നുണ്ടോ? ഓക്കെ. സോ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ 2024 പേപ്പർ ആയിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ. ഇന്ന് നമുക്ക് രണ്ട് സെഷൻസ് ഉണ്ടാവും. ഒരു 2 to നമുക്കൊരു 5 വരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് നമുക്ക് മാക്സിമം എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 7 to 9 PM ഉണ്ടാവും. ഓക്കെ. സ്ക്രീൻ വിസിബിൾ ആണോ? റെസ്പോണ്ട് ചെയ്തേ. സ്ക്രീൻ വിസിബിൾ ആണോ? നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ 47 ആയിരുന്നു അല്ലെ? 47 ആയിരുന്നു. അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 49 ആണ്. 49 ഈസി കാറ്റഗറിയിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് 49 ആണ്. അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. 49 സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞേ. 49 ഒരു 1 minute ക്വസ്റ്റ്യൻ ഒന്ന് ടൈം കൊടുക്കുക, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. 49 നോക്കാം. നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ളത് 3 numbers x, y, z are selected from the set of 7 natural numbers. അവിടെ നമുക്ക് എക്സിനും വൈക്കും സെഡിനും among the 7 natural numbers വാല്യൂസ് കൊടുക്കാൻ പറ്റി. പക്ഷെ നമുക്ക് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രീതിയിലാണ്. തന്നിട്ടുള്ളത് നോക്കുമ്പോൾ എക്സിനും വൈനും സെഡിനും കൂടി എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 വരെയാണ് ഉള്ളതാണ്. പക്ഷെ നമുക്ക് ഈ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യണം. എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 2y ഇസ് ഗ്രേറ്റർ ദാൻ 3z.
ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. സോ അങ്ങനെ കൊടുക്കുമ്പം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എഴുതാം, എക്സ് ഞാൻ എടുത്തു, 2y ഞാൻ എടുത്തു, 3z എടുത്തു. ഈ ഒരു പ്രോപ്പർട്ടീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നോക്കുമ്പോൾ ഞാൻ മാക്സിമം വാല്യൂ 7 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറ്റും, ഇവിടെ 6 പറ്റും, 7 6, പിന്നെന്താ ഇവിടെ 1 വരുന്ന രീതിയിൽ പറ്റും. പിന്നെ എനിക്ക് പോസിബിലിറ്റി 7 6-ൽ എനിക്ക് 6 കൊടുക്കാൻ പറ്റും. വൈഡ് അവിടെ 2 കൊടുത്താൽ 4 പറ്റും, 6 4 1 പറ്റും, 5 4 1 പറ്റും. എക്സിന് എനിക്ക് 7 6 5 വാല്യൂ കൊടുക്കാൻ പറ്റും. വൈക്ക് എനിക്ക് 2 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് 3 കൊടുക്കാൻ പറ്റും. അപ്പം 3 ഇൻറ്റു 2 6. അതേപോലെ സെഡിന് എപ്പോഴും 1 എന്നുള്ള കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പം 3z എന്ന് പറയുമ്പോൾ എന്താ, 3 ആണ് എല്ലായിടത്തും വരിക. ഓക്കെ, 3z എന്ന് പറയുമ്പോൾ സെഡിന് 1 കൊടുക്കുമ്പോൾ എല്ലായിടത്തും 3 വരും. ഓക്കെ, 1 അല്ല. പിന്നെ ഇപ്പൊ ഈ 3 കാര്യങ്ങൾ ഓക്കെ ആണോ എന്ന് റെസ്പോണ്ട് ചെയ്തേ. എക്സ് ഞാൻ 7 കൊടുത്തു, 2y-യുടെ അടുത്ത് എനിക്ക് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ആദ്യം ഞാൻ വൈക്ക് 3 കൊടുക്കുമ്പോൾ 6 കിട്ടി. പിന്നെ വൈക്ക് ഞാൻ 2 കൊടുക്കുമ്പോൾ 4 കിട്ടി. സെഡിന് എനിക്ക് 1 മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ 3z 3 3 3 3 വരും. ഈ 3 കാര്യങ്ങൾ ഓക്കെ ആണോ റെസ്പോണ്ട് ചെയ്തേ. സാർ ഞാൻ ഇത് ജസ്റ്റ് മനസ്സിലായില്ല സാർ. ഇത് സാർ ഇതില് കോമൺ മൾട്ടിപ്ലൈ ആയിട്ട് എടുത്ത് ചെയ്തുകൂടെ? ലൈക്ക് 8 6 4. ഏ ഇവിടെ എക്സും വൈക്കും സെറ്റിനും 7 പേരുടെ വാല്യൂസേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ. ട്രിപ്പിൾ 7 നാച്ചുറൽ നമ്പേഴ്സ് എന്നല്ലേ പറഞ്ഞോളൂ, അത് ആ, ഓർഡറിൽ ഫസ്റ്റ് 7 എടുക്കണമെന്നില്ലേ? നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ. ഓ, ശരി. ഇവരുടെ മൂന്നുപേരുടെ വാല്യൂസ് ഈ രീതിയിൽ വരാൻ പാടുള്ളൂ. അപ്പൊ എക്സിന് മാക്സിമം വാല്യൂ എന്താ, ഈ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യണം. എക്സ് 2y-നെക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. അതേപോലെ എക്സ് എന്താ 3z-നെക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. അപ്പൊ എക്സിന് 7 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 2y വരുമ്പോൾ വൈക്ക് ഞാൻ 3 കൊടുത്തു കഴിഞ്ഞാൽ 6 ഇവിടെ ഓക്കെ ആണ്. സെഡ് എനിക്ക് 3z, അപ്പോൾ സെഡിന് 1 വാല്യൂ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സെഡിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 6 വരും, അത് പറ്റില്ല. അപ്പൊ സെഡിന് 1 എന്നുള്ള വാല്യൂ വരാൻ പറ്റുള്ളൂ. അപ്പൊ 3 വന്നു. ഇനി എക്സ് ഞാൻ 6 കൊടുക്കുന്നു, അപ്പൊ വൈക്ക് ഞാൻ 2 കൊടുക്കാൻ പറ്റും, 4 വരും. ഇവിടെ അഗെയിൻ 3 തന്നെ. എക്സിന് എനിക്ക് 5 കൊടുക്കാൻ പറ്റും, വൈയുടെ വാല്യൂ 4 വരും, അഗെയിൻ 1, അഗെയിൻ 3. ഇത്രയും കാര്യങ്ങളെ ഇതുവരെ ക്ലിയർ ആണോ, മനസ്സിലാവുന്നുണ്ടോ? ഇനി ഒരു വാല്യൂ കൂടി പറ്റും. എക്സ് 7 ആകുമ്പോൾ വൈ 4 ആവാം, സെഡ് 3 ആവാം. ഈ ഒരു പെയർ കൂടി പറ്റും, 7 4 3 എന്നുള്ള ഒരു പെയർ കൂടി പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ ഒരു പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന 4 ട്രിപ്ലറ്റ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതിപ്പോ എന്താ, ഡി വിൽ ബി ദി ആൻസർ. ഡി വിൽ ബി ദി ആൻസർ. ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുക. ഫസ്റ്റ് 7 നാച്ചുറൽ നമ്പേഴ്സ്, എക്സും വൈയും സെഡിന്റെയും വാല്യൂ ഫസ്റ്റ് 7 നാച്ചുറൽ നമ്പേഴ്സേ ആവാൻ പാടുള്ളൂ. പക്ഷെ അവർ ഈ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്താ, അതിനൊരു എക്സാമ്പിൾസ് കൊടുത്ത് നമ്പേഴ്സിൽ അങ്ങനെ എന്തൊക്കെ ട്രിപ്ലറ്റ്സുകൾ ഉണ്ടാവും എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. റെഡിയാണോ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്ത് നമുക്ക് 50 ഒരു സോൾവബിൾ കാറ്റഗറിയാണ്. 50 ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു, റെസ്പോണ്ട് ചെയ്ത് 50 50 പറഞ്ഞ 50 ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. 50 സ്കിപ്പ് ചെയ്യരുത്. ക്വസ്റ്റ്യൻ ലെങ്തിയർ ആണെങ്കിൽ നമ്മൾ ചെയ്തേ പറ്റൂ. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഫസ്റ്റ് റൗണ്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് 4 സാർ ടൈം ഓറഞ്ചസ്. ലിമിറ്റ് വെച്ച് ചെയ്തപ്പം ഇത് പെട്ടെന്ന് കണ്ടപ്പോ ലെങ്തി ആണെന്ന് പറഞ്ഞ് സ്കിപ്പായി പോയതാ. പക്ഷെ നമ്മളിപ്പം ഇതിപ്പോ ഫസ്റ്റ് റൗണ്ട് ചെയ്തില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യാ, തിരികെ വന്നിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം സിമ്പിൾ, അത്ര ലെങ്ത് അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ലെങ്തിയർ ആക്കിയതേ ഉള്ളൂ. പക്ഷെ സംഭവം സിമ്പിൾ ആണ്. ഇവിടെ എന്താ, ടോട്ടൽ കോസ്റ്റ് ഓഫ്, ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓറഞ്ചിന്റെ 4 ഓറഞ്ച്, 6 മാംഗോസ്, 8 ആപ്പിൾസ് ഇസ് ഈക്വൽ ടു ട്വൈസ് ദ കോസ്റ്റ് ഓഫ് 1 ഓറഞ്ച്, 2 മാംഗോ, അതേപോലെ 5 ആപ്പിൾസ്. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ട്വൈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇങ്ങനെ കിട്ടി. 1 ഓറഞ്ച് ആണ്, 10 എന്നല്ല എടുക്കരുത്, 1 ഓറഞ്ച് ആണ്. ഇനി നമുക്ക്
ഇവിടെ അതിന് സിംപ്ലിഫൈ ചെയ്തേക്കാം. 4 ഓറഞ്ചസ് പ്ലസ് 6 മാംഗോ പ്ലസ് 8 ആപ്പിൾ. ഇവിടെ എന്ത് വരും? 2 ഓറഞ്ച്, 4 മാംഗോ, അത് 10 ആപ്പിൾ ആവും. ഓക്കെ. ഇതിന് നമ്മൾ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, 8 ആപ്പിൾ അല്ല, ഒരു മിനിറ്റ്, 5 മാംഗോസ്. ഓക്കെ. ഒരു മിനിറ്റ്. കോസ്റ്റ് ഓഫ് 4 ഓറഞ്ചസ്, 6 മാംഗോസ്, 8 ആപ്പിൾസ്. ഓക്കെ, ഇസ് ഈക്വൽ ടു ട്വൈസ് ദ കോസ്റ്റ് ഓഫ് 1 ഓറഞ്ച്, 2 മാംഗോസ്, സർ 10 ആപ്പിൾസ്. 4 ആപ്പിൾ ആണ് സർ. 6 ആപ്പിൾ ആണ്. 6 ആപ്പിൾ കേട്ടില്ല. ആൻഡ് 4 മാംഗോസ്. 6 ആപ്പിൾസ് ആണ്. 2 ഓറഞ്ചസ്, 4 മാംഗോസ്, 6 ആപ്പിൾസ് ആണ്. ഒരു സർ മിനിറ്റ്. ഇവിടെ 10 എന്നാണ് എഴുതിയിരിക്കുന്നത് നമ്മളെ. ആ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്. ഞാൻ ഇവിടെ കൊടുത്ത കണ്ടീഷനാണ്. ഓക്കെ. ആദ്യം 4 ഓറഞ്ചസ്, 6 മാംഗോസ്, 8 ആപ്പിൾസ്. 4 ഓറഞ്ചസ്, ടോട്ടൽ കോസ്റ്റ് ഓഫ് 4 ഓറഞ്ചസ്, 6 മാംഗോസ്, 8 ആപ്പിൾസ് ആണ്. ഒരു മിനിറ്റ്. പ്ലസ് 8 ആപ്പിൾസ്, അത് എന്തിന് ഈക്വൽ ആണ്? ട്വൈസ് ദ കോസ്റ്റ് ഓഫ്, ടോട്ടൽ കോസ്റ്റ് ഓഫ് 1 ഓറഞ്ച്. ട്വൈസ് വരുമ്പോൾ 2 പുറത്തുണ്ടാവും. 1 ഓറഞ്ച്, അതേപോലെ 2 മാംഗോസ്, അതേപോലെ 5 ആപ്പിൾസ്. ഇപ്പൊ ഓക്കെ ആണോ? ഞാൻ ഈ ഭാഗമാണ് പറയുന്നത്. ഓക്കെ. ഓക്കെ ആണ് സർ. ആ അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ അത് 2 ഉള്ളോട്ട് എടുത്തു കഴിഞ്ഞാൽ 2 ഓറഞ്ച്, 4 മാംഗോസ്, 5 ആപ്പിൾസ്. ഓക്കെ. സോറി, 10 ആപ്പിൾസ്. സോറി, 10 ആപ്പിൾസ്. ഓക്കെ. ഇനി എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന വെച്ചാല്, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവിടെ നിൽക്കട്ടെ. എനിക്കിത് ജസ്റ്റ് ഒന്നുകൂടി ഞാൻ സിംപ്ലിഫൈ ചെയ്തുമ്പോൾ 4 ഓറഞ്ചസും, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഒരു കാര്യം, 4 ഓറഞ്ചസും, 6 മാംഗോസും, 8 ആപ്പിൾസും ഈക്വൽ ടു എന്താണ്? 2 ഓറഞ്ചസ്, 4 മാംഗോസ്, അതേപോലെ 10 ആപ്പിൾ. അവിടെ നിൽക്കട്ടെ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് തന്നതിലെ കണ്ടീഷൻസ് നോക്കാം. The total cost of 3 oranges and 5 mangoes and 9 apples is equal to 3 ഓറഞ്ചും തന്ന കാര്യം വെച്ച് നോക്കുമ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യം നോക്കാം. The total cost of 3 oranges plus 5 mangoes plus 9 apples is equal to എന്താണ്? ടോട്ടൽ കോസ്റ്റ് ഓഫ് 4 oranges, 6 mangoes and 8 apples. ഓക്കെ, അടുക്കട്ടെ. പിന്നെ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തിൽ കൊടുത്ത ഇൻഫർമേഷൻ എഴുതുമ്പോൾ, ടോട്ടൽ കോസ്റ്റ് ഓഫ് 1 ഓറഞ്ച്. രണ്ടാമത്തിൽ 1 ഓറഞ്ച്, ഒരു മിനിറ്റ്, 1 ഓറഞ്ച് ആൻഡ് 1 മാംഗോ, 1 മാംഗോ, 1 മാംഗോ ഈസ് ഈക്വൽ ടു ദ കോസ്റ്റ് ഓഫ് 1 ആപ്പിൾ. 1 ആപ്പിൾ. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ അബോവ് ആർ കറക്റ്റ്? ഓക്കെ. ഇവിടെ നമുക്ക് തന്നതിൽ ഇൻഫർമേഷനിൽ നോക്കുമ്പം ഒരു മാംഗോവിന്റെയും നമുക്ക് ആപ്പിളിന്റെ ഫോർമാറ്റിൽ ഒന്ന് എഴുതി നോക്കാം. ആദ്യം നമുക്ക് ഇതാണ് നമുക്ക് തന്ന കണ്ടീഷൻ. ആപ്പിളിന്റെ ഫോർമാറ്റിൽ എഴുതുമ്പം ഇവിടെ നമുക്ക് ഓക്കെ, ഇവിടെ ഈ ആദ്യം ഒന്ന് ഗിവൺ കണ്ടീഷൻ ആപ്പിളിന്റെ ഫോർമാറ്റിൽ എഴുതുമ്പം ആപ്പിൾ അല്ല ഒരു സൈഡിലേക്ക്. അപ്പം ഈ 8 ആപ്പിൾ ഇങ്ങോട്ട് പോകും, ബാക്കി എല്ലാവരും ഇങ്ങോട്ട് വരും. 4 ഓറഞ്ചസ് പ്ലസ് 6 മാംഗോന്റെ അടുത്തേക്ക് 2 ഓറഞ്ചും വരും, -2 ഓറഞ്ച് ആവും. അതുപോലെ -4 മാംഗോ. ഈ 10 ആപ്പിളിന്റെ അടുത്തേക്ക് 8 ആപ്പിൾ പോകും. അവര് കണ്ടീഷൻ തന്ന കാര്യമാണ്. അപ്പൊ അത് വെച്ച് ഞാൻ എഴുതി വെക്കുമ്പം ഈ 4 ഓറഞ്ചും 2 ഓറഞ്ചും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 ഓറഞ്ചായി. പിന്നെന്താ? 2 മാംഗോ ആയി. ഈക്വൽ ടു എന്താ? നമുക്ക് എന്താ? 2 ആപ്പിൾ എന്ന് പറയാം. ഇത് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഓറഞ്ച് പ്ലസ് മാംഗോ ഇസ് ഈക്വൽ ടു 2 ആപ്പിൾ. ഈ 2ഉം 2ഉം എന്താ? ക്യാൻസൽ ഔട്ട് ആവും. അപ്പൊ നമുക്ക് തന്ന കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഓറഞ്ചിന്റെ കോസ്റ്റും മാംഗോന്റെ കോസ്റ്റും കൂടി ആഡ് ചെയ്ത് എന്താ? ആപ്പിളിനാവും. ഇതാണ് തന്നതിലെ കണ്ടീഷൻ. ഇത് ഓക്കെ ആണോ? അവർ തന്ന ഈ പോർഷനിലെ കാര്യം പറയുന്നത്. ഞാൻ ഈ അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടി?
ഒരു ഓറഞ്ച് ഒരു മാംഗോന്റെ കോസ്റ്റും ഈക്വൽ ടു ആപ്പിൾ ആണ്. ഇങ്ങനെ ആണ് അവർ തന്ന കണ്ടീഷൻ. ഇതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് താഴത്തുള്ളതെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പം ഇപ്പൊ എല്ലാം ആപ്പിളിന്റെ ഫോർമാറ്റിലേക്ക് ആക്കണം. അപ്പൊ എല്ലാം അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ 8 ആപ്പിളും ഈ 9 ആപ്പിളിന്റെ അടുത്തേക്ക് 8 ആപ്പിൾ വന്നു. ബാക്കിയുള്ളവര് ഈ 5 മാംഗോസും ഇതാൾ ഇങ്ങോട്ട് പോകും. ഇപ്പൊ എന്താ 6 മാംഗോ മൈനസ് 5 മാംഗോ പ്ലസ് 4 ഓറഞ്ച് മൈനസ് 3 ഓറഞ്ച്. ഇവിടെ എന്ത് കിട്ടി? ഒരു ആപ്പിൾ ഇസ് ഈക്വൽ ടു ഒരു മാംഗോ പ്ലസ് ഒരു ഓറഞ്ച്. അപ്പൊ നമുക്ക് എന്താ ഇവിടെയും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലും നമുക്ക് കിട്ടേണ്ട കണ്ടീഷൻ 1 മാംഗോ ഇസ് ഈക്വൽ ടു 1 ആപ്പിൾ ഇസ് ഈക്വൽ ടു മാംഗോ പ്ലസ് ഓറഞ്ച് എന്നുള്ളത് അതേ കണ്ടീഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. റെഡിയാണോ? അതേപോലെ രണ്ടാമത്തേല് അത് ഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട്. എന്താ 1 ഓറഞ്ച് പ്ലസ് 1 മാംഗോ ഇസ് ഈക്വൽ ടു 1 ആപ്പിൾ. അത് നമുക്ക് അതേ സെയിം കണ്ടീഷൻ രണ്ടാമത് എന്താ സിമ്പിൾ ആയി ഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും എന്താ കറക്റ്റ് ആണ്. സോ സി വിൽ ബി ദി ആൻസർ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ അവർ തന്ന ജനറൽ സ്റ്റേറ്റ്മെന്റിലുള്ള ആളെ ഒന്ന് എടുത്ത് അത് എന്താണെന്ന് കണ്ടുപിടിച്ച് വെക്കുക. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയിലേക്ക് സോൾവ് ചെയ്ത് എത്തേണ്ടത്. സോ 50 സി വിൽ ബി ദി ആൻസർ. മനസ്സിലാവുന്നുണ്ടോ? റെഡി? ഒരു മിനിറ്റ്. ഫിഫ്റ്റി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓക്കെ 54 ഒന്നുമില്ല. ഒന്നുകൂടി ഞാൻ പറയാം. അതിലൊന്നുമില്ല. നമ്മൾ ആ തന്ന കണ്ടീഷനിൽ ഈ ഒരു ഫസ്റ്റ് സാധനം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അത് സോൾവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആപ്പിളിന്റെ കോസ്റ്റ് തന്നെ ഒരു മാംഗോയുടെയും ഒരു ഓറഞ്ചിന്റെയും കോസ്റ്റിന് ഈക്വൽ ആണെന്ന് കിട്ടി. ഈ ഒരു കാര്യത്തിനെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻഫർമേഷൻ സോൾവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഒന്നുകൂടി എഴുതാം. ഒന്നുകൂടി എഴുതാം. ഒന്ന് ശ്രദ്ധിക്കുക. 4 ഓറഞ്ച് ഒന്നുകൂടി എഴുതുമ്പോൾ 4 ഓറഞ്ചും 6 മാംഗോസും അതേപോലെ 8 ആപ്പിളിന്റെ കോസ്റ്റ് അത് എന്തിന് ഈക്വൽ ആണ്? ട്വൈസ് ദ കോസ്റ്റ് ഓഫ് 1 ഓറഞ്ച് പ്ലസ് 2 മാംഗോ പ്ലസ് 5 ആപ്പിൾസ് ആണ്. ഈ കാര്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 ഓറഞ്ച് പ്ലസ് 4 മാംഗോ പ്ലസ് 10 ആപ്പിൾ ആവും. ഈക്വൽ ടു എന്താണ്? 4 ഓറഞ്ച് പ്ലസ് 6 മാംഗോ പ്ലസ് 8 ആപ്പിൾ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മള് ജസ്റ്റ് ഇവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ഇതിന്റെ ഫോർമാറ്റിലേക്ക് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടുള്ള കാര്യം നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് 1 ഓറഞ്ച് ആൻഡ് 1 മാംഗോ ഇസ് ഈക്വൽ ടു ദി കോസ്റ്റ് ഓഫ് ഒരു ഓറഞ്ചും ഒരു മാംഗോന്റെ കോസ്റ്റ് ഒരു ആപ്പിളിന് ഈക്വൽ. അപ്പൊ ആപ്പിളിന്റെ ഫോർമാറ്റിൽ ഒന്ന് എഴുതി നോക്കാം. ഇവിടെ അതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് അവിടെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? തന്ന സ്റ്റേറ്റ്മെന്റ് ആ ഫോർമാറ്റിൽ ഒന്ന് എഴുതി നോക്കുകയാണ്. അപ്പൊ അത് എഴുതി നോക്കുമ്പോൾ ഇയാൾ ഇങ്ങോട്ട് വരും. സോ എന്താ ഇവിടെ 4 ഓറഞ്ച് അങ്ങനെ തന്നെ നിൽക്കും, 6 മാംഗോസ് അങ്ങനെ നിൽക്കും. ബാക്കി എല്ലാവരും ഇങ്ങോട്ട് പോകുമ്പോൾ 2 ഓറഞ്ച് ഇങ്ങോട്ട് പോകുന്നു, 4 മാംഗോസ് ഇങ്ങോട്ട് വന്നു. ഇവിടെ 10 ആപ്പിളിന്റെ അടുത്തേക്ക് ഈ 8 ആപ്പിൾ വന്നു. ഇപ്പൊ ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ ഈ 4 ഓറഞ്ചും 2 ഓറഞ്ചും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 ഓറഞ്ച് ആയി. ഇയാളെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് 2 മാംഗോസ് ആയി. ഈക്വൽ ടു 2 ആപ്പിൾസ് ആണ്. സോ 2 ഇപ്പോഴത്തെ കോമൺ ആണ്. ഓറഞ്ച് പ്ലസ് മാംഗോ ഇസ് ഈക്വൽ ടു 2 ആപ്പിൾസ്. ഈ 2 ക്യാൻസൽ ആവും. അപ്പൊ ഒരു ആപ്പിളിന്റെ കോസ്റ്റ് എന്താ? ഒരു ഓറഞ്ചിന്റെയും ഒരു മാംഗോന്റെയും കോസ്റ്റ് ആണെന്നാണ് ഇവര് തന്ന കണ്ടീഷനിൽ പറയുന്നത്. അപ്പൊ അത് ഇതിൽ രണ്ടിലും സെയിം കണ്ടീഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് ആൻസർ ആണ്. ഇത് രണ്ടാമത്തത് ഡെഫിനറ്റ്ലി അതേ കാര്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒന്നാമത്തെ കാര്യം നോക്കുമ്പോൾ 3 ഓറഞ്ചിന്റെയും 5 മാംഗോസിന്റെയും 9 ആപ്പിൾസിന്റെയും കോസ്റ്റ് എന്താണ്? ഇസ് ഈക്വൽ ടു ദി കോസ്റ്റ് ഓഫ് 4 ഓറഞ്ചസ് 6 മാംഗോസ് ആൻഡ് 8 ആപ്പിൾസ്. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ ഇവരെല്ലാം ഇങ്ങോട്ട് പോകും. ഈ 8 ആപ്പിൾ മാത്രം അങ്ങോട്ട് പോകും. 9 ആപ്പിൾ മൈനസ് 8 ആപ്പിൾ ഇസ് ഈക്വൽ ടു 4 ഓറഞ്ച് മൈനസ് 3 ഓറഞ്ച് പ്ലസ് 6 മാംഗോ മൈനസ് 5 മാംഗോ. അപ്പൊ നമുക്ക് എന്താ? ഒരു ആപ്പിൾ ഇസ് ഈക്വൽ ടു ഓറഞ്ച് പ്ലസ് മാംഗോ എന്ന് കിട്ടും. അപ്പോഴും
ഈ കണ്ടീഷൻ പറഞ്ഞ കണ്ടീഷൻസ് ഇവിടെ നമുക്ക് ഗിവൺ കണ്ടീഷനിൽ കൊടുത്ത കാര്യം ഇവിടെയും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലും അത് തന്നെയാണ് കിട്ടുന്നത്. അതായത് ഒരു ആപ്പിളിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാംഗോയുടെയും ഒരു ഓറഞ്ചിന്റെയും കോസ്റ്റിന്റെ സമ്മാണ്. അങ്ങനെ ആ കണ്ടീഷൻസ് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സിൽ പറയുന്നുണ്ടോ ആ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കും. അപ്പൊ അതാണ് നമുക്ക് തന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? റെഡിയാണോ? ഓക്കെ. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് 54 ആണ്. 54 ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. 54 ആൻസർ കിട്ടിയോ? യെസ്. ഒരു 1 മിനിറ്റ് നോക്കുക, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, അപ്പോഴേ നമ്മൾ ഡിസ്കസ് ചെയ്യും. 54 സി ആണ്. ഒരു മിനിറ്റ് 54-ന് നമുക്കൊരു കാര്യം പറയാം. ഒരു മിനിറ്റ്, ഞാനത് ഡിസ്കസ് ചെയ്യാം. നമ്മൾ നമ്പർ സിസ്റ്റം പറഞ്ഞ ചാപ്റ്റർ നമ്മൾ കവർ ചെയ്യാത്തതുകൊണ്ട് അവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. 54 അവിടെ നിൽക്കട്ടെ. ആൻസർ സി ആണ് വരിക. നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്പർ സിസ്റ്റം പറഞ്ഞ ചാപ്റ്റർ പറഞ്ഞാൽ നമുക്കത് ഇൻ ബിറ്റ്വീൻ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഓക്കെ. 55 നോക്കിയേ. 55 നോക്കിയേ. നമുക്ക് നമ്പർ സിസ്റ്റം പറഞ്ഞ ചാപ്റ്റർ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, പക്ഷെ ഇതൊരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 55 ഡി അല്ല, സി ആണ് വരിക. നോക്കിയേ. ഒരു 1 മിനിറ്റ് ക്വസ്റ്റ്യനിലേക്ക് നല്ലപോലെ ഒന്ന് ഒബ്സർവ് ചെയ്യാം, എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി.
ഇവിടെ നോക്കാം, ഇവിടെ പറഞ്ഞിട്ടുള്ളത് പി ആൻഡ് ക്യൂ ബി പോസിറ്റീവ് ഇൻഡിജേഴ്സ് സാറ്റിസ്ഫൈങ് പി എസ് ലെസ് ദാൻ ക്യൂ, പി ക്യൂവിനെക്കാളും ചെറുതാണ്, പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു കെ. വാട്ട് ഇസ് ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് കെ ദാറ്റ് ഡസ് നോട്ട് ഡിറ്റർമൈൻ പി ആൻഡ് ക്യൂ യുണീക്ലി. അപ്പം കെക്ക് പിയും ക്യൂവും ഡിഫറെന്റ് ആയിട്ട് നമ്പേഴ്സ് ആണ്. ഒന്ന് കാര്യം മനസ്സിലാക്കേണ്ടത്, പിയും ക്യൂവും ഡിഫറെന്റ് ആയിട്ടുള്ള പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ്. അപ്പം പിന്നെന്താ, പി ഇസ് ലെസ് ദാൻ ക്യൂ, പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു കെ ആവുമ്പം കെ പറഞ്ഞ ഒരാളെ എന്താ കെക്ക് ഏത് വാല്യൂ എടുക്കുമ്പോഴാണ് പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു കെക്ക് ഏത് വാല്യൂ എടുക്കുമ്പോഴാണ് പിയുടെയും ക്യൂവിന്റെയും വാല്യൂ നമുക്ക് പി ഈക്വൽ ടു ഇന്നതാണ്, ക്യൂ ഈക്വൽ ടു ഇന്നതാണെന്ന് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റാത്ത വരുന്നത് എപ്പോഴാണ്. അങ്ങനെ കേക്ക് എടുക്കാൻ പറ്റുന്ന മിനിമം വാല്യൂ എന്താന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ആണ്. അപ്പൊ കെന്റെ എന്താ പോസിറ്റീവ് ഇൻഡിജേഴ്സിന് ഫസ്റ്റ് മുതൽ തുടങ്ങാം. അപ്പൊ നമുക്ക് എന്താ പോസിറ്റീവ് ഇൻഡിജേഴ്സിൽ ഇപ്പം കെയുടെ വാല്യൂ 3 ആണെന്ന് വിചാരിച്ചോ. പിയും ക്യൂവും ഡിഫറെന്റ് നമ്പേഴ്സ് ആവണം. അപ്പം പി ക്യൂവിനെക്കാളും ചെറുതും ആവണമെങ്കിൽ പിയുടെ വാല്യൂ എന്താ 1, ക്യൂയുടെ വാല്യൂ എന്താവണം 2 ആവണം. അപ്പോഴേ കെയുടെ വാല്യൂ എന്താവുള്ളൂ 3 ആവുള്ളൂ. പക്ഷെ ഇവിടെ എന്താ, എനിക്ക് പിന്റെയും ക്യൂവിന്റെയും വാല്യൂ എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇതല്ലാതെ 3 കിട്ടാൻ ഒരു പോസിബിലിറ്റീസും ഇല്ല. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ എനിക്ക് കെയുടെ വാല്യൂ പിന്റെയും ക്യൂവിന്റെയും സമ്മായിരിക്കും, പക്ഷെ പി എന്താണ് ക്യൂ എന്താണ് എനിക്ക് പറയാൻ പറ്റരുത്. അങ്ങനെയാണെങ്കിൽ കേക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എന്താണ്? കേക്ക് 3 എടുത്താൽ എനിക്ക് പി എന്താണ് ക്യൂ എന്താന്ന് പറയാൻ പറ്റും. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് കാണിച്ചത്. ഇനി കെയുടെ വാല്യൂ 4 ആണെങ്കിൽ എന്താ, എനിക്ക് പിയുടെ വാല്യൂ 1 ആവാം, ക്യൂയുടെ വാല്യൂ എനിക്ക് 4 ആവാം. പിന്നെ എനിക്ക് പോസിബിലിറ്റി പിയുടെ വാല്യൂ 2, ക്യൂയുടെ വാല്യൂ 2. പക്ഷെ ഇത് എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം പി ക്യൂവിനെക്കാളും ചെറുതായിരിക്കണം. അപ്പൊ എനിക്ക് വേണ്ട പിന്നെ ഇതിന് മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ. അപ്പോഴും സർ എന്താ ആ സർ ക്യൂ ഇസ് ഈക്വൽ ടു 3 അല്ലേ സർ? പി ഇസ് ഈക്വൽ ടു 1, ക്യൂ ഇസ് ഈക്വൽ ടു 3 ആവുമ്പോഴല്ലേ 4 ആവുന്നത്? സോറി, ക്യൂ ഇസ് ഈക്വൽ ടു 3 മാറിപ്പോയതാ, ഒരു മിനിറ്റ്, സോറി. അപ്പം ഇവിടെ എന്താ, അടുത്ത 2 2 ആവുമ്പോൾ ഓക്കെയാണ്. പക്ഷെ അത് പോസിബിൾ അല്ല. പിന്നെന്താ, പിയും ക്യൂവിനുള്ള എനിക്ക് കറക്റ്റ് മനസ്സിലാവും പി എന്നതായിരിക്കും ക്യൂ എന്നതായിരിക്കും. അപ്പൊ അത് കിട്ടില്ല. പിന്നെ എനിക്ക് നോക്കുമ്പോ എന്താ അടുത്തപ്പം കെക്ക് 4 എന്നുള്ള വാല്യൂ എടുക്കാൻ പറ്റില്ല. പിന്നെ കെക്കുള്ള 5 ആവുമ്പോൾ എന്താവാം, പിയുടെ വാല്യൂ 2 ആവാം, പി ക്യൂവിന്റെ വാല്യൂ എന്താവാം 3 ആവാം. പിന്നെ പിയുടെ വാല്യൂ 1 ആവാം, ക്യൂവിന്റെ വാല്യൂ 4 ആവാം. അപ്പം രണ്ട് ഓപ്ഷൻസ് വന്നു, പിക്ക് 2 ഓപ്ഷൻസ്, ക്യൂവിന് 2 ഓപ്ഷൻസ്. ഇതിൽ ഏതാണെന്ന് എനിക്ക് ഏതെടുത്താലും കെയുടെ വാല്യൂ 5 കിട്ടും. അപ്പം ഏറ്റവും മിനിമം വാല്യൂ എന്താ, കേക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ 5 ആണ്. ഏത് സിറ്റുവേഷൻ, പി എന്താണ് ക്യൂ എന്താണ് എനിക്ക് ഡെഫിനറ്റ്ലി പറയാൻ പറ്റാതെ വരുന്നത്. ഇപ്പൊ എന്താ, കെയുടെ വാല്യൂ സി. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇതൊക്കെ നമുക്ക് ഇതിന്റെ ഒരു മെത്തേഡിന്റെ ബാക്കിലോ നമ്മൾ ഒരു എക്സിറ്റ് എന്നൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ഒന്നാമത്തെ കാര്യം. പിന്നെ അതിന്റെ ആവശ്യമില്ല. UPSC നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക്, കാരണം UPSCക്ക് വേണമെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാം, എന്താ വലിയ വലിയ നമ്പേഴ്സ് ഒക്കെ കൊടുക്കായിരുന്നു. പക്ഷെ UPSC എന്താ, ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ലോജിക്കലി, പക്ഷെ ഞാനിതൊന്നും ഫസ്റ്റ് റൗണ്ട് ചെയ്യണമെന്ന് ഒരിക്കലും പറയുന്നില്ല. കാരണം ഇത് ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് എന്താ, ആദ്യം നമ്മുടെ ഒബ്ജക്റ്റീവ് ഉണ്ടാവേണ്ടത് ആ പേപ്പറിനെ, നമുക്കിപ്പം റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് നമ്മൾ ഫസ്റ്റ് റൗണ്ട് ചെയ്യുന്നെങ്കിൽ ആ ഫസ്റ്റ് ഒരു 45 മിനിറ്റ്സ് റീഡിംഗ് കോംപ്രിഹെൻഷൻ കറക്റ്റ് 45 മിനിറ്റ്സ് എന്ത് ചെയ്യണം, അവിടെ നിർത്തണം. 45 മിനിറ്റ്സ് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്ര ചെയ്താൽ മതി. പക്ഷെ ആ 45 മിനിറ്റ്സ് എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ റീഡിംഗ് കോംപ്രിഹെൻഷന് കൊടുക്കുക. അപ്പൊ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും ആ പേപ്പറിൽ ഉണ്ടാവുക, പല പല സ്ഥലങ്ങളിലായിരിക്കും. അത് ചെയ്യുമ്പോൾ ഇങ്ങനെ സിലോജിസം, സെൻസ് ഓഫ് ഡയറക്ഷൻ, അങ്ങനത്തെ സീരീസ്, അങ്ങനത്തെ സിമ്പിൾ സിമ്പിൾ ബ്ലഡ് റിലേഷൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ അത് ഇന്ന് 14ാമത്തെ ക്വസ്റ്റ്യൻ അതാണ്, 20ാമത്തെ ക്വസ്റ്റ്യൻ അതാണ്, അത് ജസ്റ്റ് ഒന്ന് ഒരു സർക്കിൾ ഇട്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞതിന് ശേഷം, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് ചെയ്യുന്നെങ്കിൽ ആ റീഡിംഗ് കോംപ്രിഹെൻഷൻ നിങ്ങൾക്ക് എത്രത്തോളം സ്പീഡിൽ വായിച്ച് ചെയ്യാൻ പറ്റുന്നു ഉറപ്പായിട്ട് ആൻസർ തോന്നുന്നത് കാര്യം മാർക്ക് ചെയ്യുക. അതിന്റെ കൂടെ നിങ്ങൾ ഇതേപോലെ ഈസി കാറ്റഗറിയിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് സർക്കിൾ ചെയ്ത് വെക്കുക.
പിന്നെ 1 to 80 വരെയുള്ള ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് പോകാൻ ശ്രമിക്കുക. അതാണ് ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ ഒബ്ജക്റ്റീവ് ഉണ്ടാവേണ്ടത്. അതിൽ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ചെയ്യുമ്പോൾ വെറുതെ അറ്റംപ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ചെയ്യരുത്. നിങ്ങൾക്ക് അത്രയും ഷുവർ ആണെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇതേപോലെ റൗണ്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ റൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന സെക്കൻഡ് റൗണ്ട് നിങ്ങൾ ആ റൗണ്ട് ഇട്ട ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതാണ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. സോ അതിൽ നിന്ന് ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ, സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾ എന്താ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ ഇത് ആദ്യം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇത് ആ എൻറ്റയർ പേപ്പർ 2024 പേപ്പർ മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. ഒരു മിനിറ്റ്. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ? പറഞ്ഞേ. ഇതിൽ 56 നമുക്ക് സെൻസ് ഓഫ് ഡയറക്ഷൻ ആണെങ്കിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് പറയാം. 57 നോക്കിയേ. 57 നോക്കിയേ, ഡുവബിൾ കാറ്റഗറി ആണ്. ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. 56 സെൻസ് ഓഫ് ഡയറക്ഷൻ ആണെങ്കിൽ ഫസ്റ്റ് റൗണ്ട് ചെയ്യേണ്ട ഒരു ടൈപ്പ് അല്ല. അപ്പൊ നമുക്ക് കൺഫ്യൂസിംഗ് ആണ്. ഒരു 1 മിനിറ്റ് ക്വസ്റ്റ്യൻ ടൈം കൊടുക്കുക, എന്നിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം. എ പേഴ്സൺ വാക്സ് 100 മീറ്റർ വെസ്റ്റ്വേർഡ്. ഒരു പോയിന്റിൽ നിന്ന് 100 മീറ്റർ വെസ്റ്റിലേക്ക് പോവാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, 100 മീറ്റർ വെസ്റ്റിലേക്ക് പോയി. അപ്പൊ ഈ ഡയറക്ഷനിൽ പോകുമ്പോൾ ഇവിടെ റൈറ്റ് ഉണ്ടാവും, ഇവിടെ ലെഫ്റ്റ് ഉണ്ടാവും. ദെൻ ഇത് 100 മീറ്റർ ആണ്. ഓക്കെ,
ദെൻ ഹി ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 100 മീറ്റർ. ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 100 മീറ്റർ പോയി. ഓക്കെ, ഇത് 100 മീറ്റർ പോയി. അപ്പം ഈ ഡയറക്ഷനിൽ പോകുമ്പോൾ റൈറ്റ് ഉണ്ടാവും, സോറി ഈ ഡയറക്ഷനിലേക്ക് വരുമ്പോൾ ഇത് റൈറ്റ് ഉണ്ടാവും, ഇത് ലെഫ്റ്റ് ഉണ്ടാവും. ഹി ദെൻ ടേക്സ് 225 ഡിഗ്രി ടേൺ ക്ലോക്ക് വൈസ്. അപ്പം ഈ ഡയറക്ഷനിൽ പോയി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ഈ പോയിന്റിൽ ഇങ്ങനെ നിൽക്കുന്ന ആള് ക്ലോക്ക് വൈസ് പറയുമ്പം ഈ ഡയറക്ഷനിലേക്കാണ്. ആദ്യം എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ആള് ഒരു 90 ഡിഗ്രി തിരിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ എഗെയിൻ ഒരു 90 ഡിഗ്രി തിരിയുമ്പം, സോ 180 ആവുമ്പം ഇങ്ങനെയായി. സോ നമുക്ക് നോക്കുമ്പോൾ ഒരു 45, നമുക്ക് 180 ആകും ഈ ഡയറക്ഷൻ ഇങ്ങനെ നിൽക്കുന്നതായി. പിന്നെന്താ ഒരു 45 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും അയാൾ. ഓക്കെ ആണോ? ഇതാണ് ഇയാളുടെ ആദ്യം ഒരു 90 തിരിഞ്ഞപ്പോൾ ഇങ്ങനെയായി, പിന്നെ ഒരു 180, പിന്നെ 90 തിരിഞ്ഞപ്പോൾ ഈ രീതിയിലായി, പിന്നെ ഇയാൾ ഈ രീതിയിലുണ്ടാവും. ഇതുവരെ ഓക്കെ ആണോ? ആ ഫൈനൽ അയാൾ ഫേസ് ചെയ്യുന്ന ഈ രീതിയിലായിരിക്കും, ഈ ഗ്രീൻ കൊണ്ട് വരച്ച രീതിയിലായിരിക്കും. ഓക്കെ ആണോ? ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് വാക്കിംഗ് നൗ? അപ്പൊ എങ്ങോട്ടായിരിക്കും? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കായിരിക്കും അയാൾ വാക്ക് ചെയ്യുന്നുണ്ടാവുക. സോ ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. റെഡിയാണോ? നോർത്ത് ഈസ്റ്റ്. ഓക്കെ ഓക്കെ. ഫൈനലി ഏത് ഡയറക്ഷനിലേക്കാണ് നടന്നു ഇപ്പം തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്? ഇപ്പൊ ആ ഇയാൾ ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ ഈ ഡയറക്ഷനിൽ പോകേണ്ടി വരാം. ഓക്കെ ഓക്കെ, സർ, ഓക്കെ. 58 ഒരു ഡാറ്റ സഫിഷ്യൻസി ആണ്. സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. 58. നോക്കുമ്പോൾ ഇന്ത്യ ഇസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മിൽക്ക്. അപ്പൊ അതാണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ, അവിടെ സ്റ്റേറ്റ്മെന്റ് ആകെ പറയുന്നത് എന്താ? ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ഡയറക്ഷൻസ് നോക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇസ് ഫോളോഡ് ബൈ ടു കൺക്ലൂഷൻസ്. നമ്പർ 1 and 2 കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ആ സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കുമ്പോൾ ഏത് കൺക്ലൂഷൻ ആണ് കറക്റ്റ് എന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വെച്ച് കൺക്ലൂഷൻ കറക്റ്റ് ആവണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമായിരിക്കണം കൺക്ലൂഷനിൽ കൊടുത്തിട്ടുണ്ടാവുന്നത്. അതല്ല സ്റ്റേറ്റ്മെന്റ് മനസ്സിലാവാത്തൊരു കാര്യം കൺക്ലൂഷനിൽ കൊണ്ടു കൊടുത്ത് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് എന്താ? ഇന്ത്യയാണ് ഏറ്റവും വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മിൽക്ക് എന്നാ. കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട് ഇന്ത്യ ഇസ് ദ വേൾഡ് ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് മിൽക്ക്. ഏറ്റവും വലിയ പ്രൊഡ്യൂസർ ആണെന്ന് പറഞ്ഞ സ്ഥലത്ത് എവിടെയെങ്കിലും ഇന്ത്യ ഇത്ര വലിയ പ്രൊഡ്യൂസർ ആയ ചിലപ്പോൾ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് നീഡിന്, ഇന്ത്യയിൽ തന്നെ പല കാര്യങ്ങൾക്കും അത് യൂസ് ചെയ്യുന്നുണ്ടാവും. അത് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഇന്ത്യക്ക് ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് പോലും തികയാത്ത രീതിയിൽ ഇന്ത്യ പിന്നെയും ഇമ്പോർട്ട് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അല്ലാണ്ട് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും. പക്ഷെ ഒന്നാമത്തെ കൺക്ലൂഷൻ പറയുന്നുണ്ട് ഇന്ത്യ ഇസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് എക്സ്പോർട്ടർ. അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇന്ത്യ ഡസ് നോട്ട് ഇമ്പോർട്ട് മിൽക്ക്. ഇന്ത്യ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആ വിചാരിച്ച ഇന്ത്യക്ക് സഫീഷ്യന്റ് മിൽക്ക് ഉണ്ടാവണം എന്നില്ല. കാരണം ഇന്ത്യയിലെ
പോപ്പുലേഷൻ അതും എല്ലാം, പിന്നെ ഇന്ത്യക്കുള്ള മിൽക്കിനുള്ള ആ ഒരു പ്രാധാന്യം എല്ലാം നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ എത്രയോ 70% ആളുകൾ ലാക്ടോസ് ഇൻടോളറന്റ് ആണ്. ലാക്ടോസിന് എന്താ അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഇതില്ല. പക്ഷെ എന്നാലും മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ടുള്ള വലിയൊരു ഘടകമാണ്. നമുക്ക് ആ ഒരു കാപ്പബിലിറ്റി ഇല്ലെങ്കിലും ഇപ്പോഴാണ് പിന്നെയെങ്കിലും ആളുകൾ വീഗൻ ആ മിൽക്കിന്റെ ഇഷ്യൂസ് ഒക്കെ റെക്ടിഫൈ ചെയ്ത് അത് യൂസ് കുറയ്ക്കാൻ തുടങ്ങിയത്. പക്ഷെ പണ്ട് മുതലേ മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇന്നത്തെ ഞാൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി പറയാണ്. ആഹ് ഇങ്ങനെ 2-3 സ്റ്റഡീസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ, ഹ്യൂമൻ ബീയിങ് മാത്രമാണ് അതേ ഒരേ ഒരു സ്പീഷീസിന്റെ, ഇപ്പം ഹ്യൂമൻസിന്റെ മിൽക്ക് അല്ലാതെ വേറൊരു കാര്യത്തിന്റെ മിൽക്ക് കൺസ്യൂം ചെയ്യുന്ന ഒരേ ഒരു ജീവി, ഒരേ ഒരു എന്താ സ്പീഷീസ് ഹ്യൂമൻസ് മാത്രമാണ്. വേറെ ഒരു സ്പീഷീസും അവരുടെ സെയിം സ്പീഷീസിന്റെ മിൽക്ക് അല്ലാതെ വേറെ ഒന്നും കൺസ്യൂം ചെയ്യില്ല. അതൊരു കാര്യം. അതാണ് സയന്റിഫിക്കലി അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അത് ഈ ലാക്ടോസ് ടോളറന്റ് ആ ഒരു ഇൻടോളറന്റ് ആവാനുള്ള അങ്ങനെ പറയുന്നുണ്ട്. പിന്നെന്താ, മിൽക്കിൽ ഒരുപാട് പ്രോട്ടീനും കാര്യങ്ങളും ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ് മിൽക്ക് അല്ലാണ്ട് നമ്മളിപ്പം കൗ മിൽക്കോ അല്ലെങ്കിൽ മറ്റൊന്ന് കുടിക്കുന്നതിൽ കുറച്ച് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ കിട്ടുന്നുണ്ടെന്നല്ലാതെ വലിയ കാര്യമില്ല എന്നാണ് സയന്റിഫിക് സ്റ്റഡി ഒക്കെ നടത്തുന്നത്. അതിനേക്കാളും പ്രോട്ടീനും കാര്യങ്ങളും വേറെയും കാര്യങ്ങൾ കിട്ടുന്നുണ്ടൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ആ ഇൻഫർമേഷൻ പറഞ്ഞെന്നുള്ളൂ. ഇവിടെ എന്താ, ഇന്ത്യ ഡസ് നോട്ട് ഇമ്പോർട്ട് മിൽക്ക് എന്നുള്ളത് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്താ, ഇതും നമുക്ക് പറയാൻ പറ്റില്ല. ഡി വിൽ ബി ദി ആൻസർ. ഓക്കെ, ക്ലിയർ? റെഡി ആണോ? സിക്സ്റ്റി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 60 ആൻസർ കിട്ടുക. 60 ഒന്ന് നോക്കിയേ. ഇവിടെ 59 നോക്കാം. 59 പറയുന്നുണ്ട്, വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് എം എൻ എൻ ആർ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, എം നാച്ചുറൽ നമ്പേഴ്സ് ആ പറയുന്നുണ്ട്. നമുക്ക് എമ്മിന്റെയും എന്നിന്റെയും വാല്യൂസ് കണ്ടുപിടിക്കണം. നമുക്ക് അപ്പൊ അതിപ്പോ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ആദ്യം ഇൻഡിവിജ്വലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് M+N M×N ഗ്രേറ്റർ ആണ്. പിന്നെന്താ, M×N വലുതാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് നമ്പേഴ്സ് ഉണ്ടാവും. അപ്പം M+N M×N വലുതാണ്, M×N വലുതാണ്, M×N വലുതാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ
ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട് ഇതേ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം നോക്കുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യൽ ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് 2 നോക്കുമ്പോൾ എം ഇൻറ്റു എൻ 24ആണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്തു, നമുക്ക് ആ ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞ സംഭവം ഒന്ന് റെഡ്യൂസ് ആയിട്ട് എം ഇൻറ്റു എൻ ചെയ്താൽ 24 ആണ്. അപ്പൊ നമുക്ക് 24 ആണെങ്കിൽ അപ്പൊ 24 എമ്മിനും 24 കിട്ടുന്ന പോസിബിലിറ്റി നോക്കുമ്പോൾ എന്താ, 6 ഇൻറ്റു 4 24 ആണ്. എന്താ 12 ഇൻറ്റു 2 24 ആണ്. പിന്നെ നമുക്ക് വേറെ നോക്കുമ്പോൾ 24 ഇൻറ്റു 1 24 ആണ്. 8 ഇൻറ്റു 3 24 ആണ്. ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട് 24 ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോഴും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രം നോക്കുമ്പോഴും നമുക്ക് എന്താ, എമ്മും എന്നും എന്താണ് യുണീക്ക് ആയിട്ട് ആ ഒരു യുണീക്ക് വാല്യൂസ് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ വീണ്ടും ഒരു 4 പേരിലേക്ക് ചുരുങ്ങി. ഇനി നമുക്ക് നോക്കേണ്ടത്, ഇപ്പൊ ഞാൻ ഇതേ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതായത് എം പ്ലസ് എൻ എന്താണ്, ഇപ്പൊ ഞാൻ 6ഉം 4ഉം എടുക്കുക, ഓരോ എക്സാമ്പിൾ എടുത്ത് നോക്കിയിട്ട് ഇനി രണ്ടും കൂടി കമ്പൈൻ ചെയ്യാം. ഈ ഇൻഡിവിജ്വലി നോക്കുമ്പോൾ രണ്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഇനി രണ്ടാമത്തെ കിട്ടിയതിൽ നിന്ന് ഒന്നാമത്തെ വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ 6ഉം 4ഉം ഞാൻ കൊടുക്കുമ്പോൾ 6 എമ്മിന്റെ വാല്യൂ 6 എടുത്താൽ എം എന്നിനെക്കാളും വലുതാണ്. ഓക്കെ, പിന്നെ ഇനി ഞാൻ ഇതാണ് ചെക്ക് ചെയ്ത് നോക്കണ്ടേ. എം പ്ലസ് എൻ വരുമ്പോൾ 10 എന്തിനെക്കാളും ഗ്രേറ്റർ അല്ല, 6 ഇൻറ്റു 4നെക്കാളും ഗ്രേറ്റർ അല്ല. അപ്പം ഈ ഒരു പെയർ എനിക്ക് പറ്റില്ല. ഇനി 12ഉം 2ഉം നോക്കുമ്പോൾ അത് ഓക്കെയാണ്. 12 പ്ലസ് 2 എന്താ 14 എന്തിനെക്കാളും ഗ്രേറ്റർ അല്ല, അപ്പൊ ഇത് പറ്റില്ല. പിന്നെ 24 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ 24 അത് എന്തിനെക്കാളും ഗ്രേറ്റർ ആണ്, ഒരു സമ്മിനെക്കാളും സമ്മാണ് ഗ്രേറ്റർ, അപ്പൊ ഇത് ഓക്കെയാണ്. 8ഉം 3 എന്തായാലും എന്ത് വരില്ല. അപ്പം ആകെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കൂടി കമ്പൈൻ ചെയ്തപ്പം എനിക്ക് എന്ത് കിട്ടി, എമ്മിനും എന്നിനും എടുക്കാൻ പറ്റുന്ന യുണീക്ക് വാല്യൂസ് കിട്ടി. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ എനിക്ക് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ഉണ്ട്. സെക്കൻഡ് കാര്യം എടുക്കുമ്പോൾ എനിക്ക് ആ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ഉള്ളതിനെ ഒരു 4 പേരിലേക്ക് കൊണ്ടുവരാൻ പറ്റി. പക്ഷെ അവിടെ എനിക്ക് എന്താ ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല. ഇനി ഞാൻ ഇതും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കിട്ടിയ ഇൻഫർമേഷൻ 1 ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് ബോത്ത് എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടാൻ പറ്റി, 24 ആണ് എമ്മിന്റെ വാല്യൂ വരിക, എന്നിന്റെ വാല്യൂ 1 ആണ് വരിക. So the question can be answered by using the both statements together but cannot be answered. C will be the answer. ക്ലിയർ ആവുന്നുണ്ടോ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? റെഡി ആണോ? പറഞ്ഞേ. ഓക്കെ, 60 നോക്കി. 60 ഒരു ഡൂവബിൾ കാറ്റഗറിയാണ്. 60 നോക്കി, 60 ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 60 ഇതിന്റെ ആൻസർ എ അല്ലേ? അല്ല, സി രണ്ടും വേണം, രണ്ട് സ്റ്റേറ്റ്മെന്റ്സും വേണം, ബോത്ത്. അല്ല, അതും വായിച്ചിട്ടും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും അങ്ങനെ തോന്നിയിട്ടുള്ള അല്ല, സിമിലാരിറ്റി തോന്നി. അല്ല, ക്വസ്റ്റ്യൻ വൺ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഒന്നല്ലല്ലോ. രണ്ട് സ്റ്റേറ്റ്മെന്റ് 1ലും 2ലും ഇൻഫർമേഷൻ ഉണ്ടാവുമ്പോഴല്ലേ. ഇതെന്താ പറയുന്നത്, ക്യാൻ ബി ആൻസർഡ് ബൈ വൺ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം. ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ എനിക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന. ഞാൻ ഈ ഓപ്ഷൻസിന് അത് ഡിഫറെന്റ് ആയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓപ്ഷൻസ് എന്ന് പറഞ്ഞുതരാം. ഈ ഓപ്ഷൻ ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാല് നമുക്കിപ്പോ ഡാറ്റ സഫിഷ്യൻസിയില് ഓപ്ഷൻസ് ഇങ്ങനെ തരാം. സ്റ്റേറ്റ്മെന്റ് 1 ഉള്ളി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം മതി എന്നാണ്. ഇവിടെ എന്താ ആ ഓപ്ഷൻ ഇപ്പം നോർമൽ സിറ്റുവേഷൻസിൽ അതുകൂടി പറഞ്ഞുതരാം. നോർമൽ സിറ്റുവേഷൻസിൽ ഡാറ്റ സഫിഷ്യൻസി ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 ഉള്ളി, ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല. സ്റ്റേറ്റ്മെന്റ് 2 ഉള്ളി, പിന്നെന്താ ബോത്ത് 1 and 2. ഓക്കെ, പിന്നെ നാലാമത്തെ നൈദർ 1 nor 2. പിന്നെ നമുക്ക് പോസിബിലിറ്റി either 1 or 2. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. സ്റ്റേറ്റ്മെന്റ് 1 ഉള്ളി എന്ന് പറഞ്ഞാൽ 1 മാത്രം മതി, 2 വേണ്ട. 2 ഉള്ളി എന്ന് പറഞ്ഞാൽ 2 മാത്രം മതി, 1 വേണ്ട. ബോത്ത് 1 and 2 എന്ന് പറഞ്ഞാൽ രണ്ടിലെ ഇൻഫർമേഷൻ കൂടി വേണം. പിന്നെ either 1 or 2 എന്ന് പറഞ്ഞാൽ രണ്ടിലെ ഇൻഡിവിജ്വൽ നോക്കിയപ്പോൾ പോസിബിൾ ആയില്ല, രണ്ടും കമ്പൈൻ ചെയ്തപ്പോഴും പോസിബിൾ ആയില്ല. അപ്പോഴാണ് either 1 or 2 വരിക. either 1 or 2 എപ്പോഴാണ് വരിക, എനിക്ക് ഏതെടുത്താലും സ്റ്റേറ്റ്മെന്റ് 1 എടുത്താലും ആൻസർ ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ്മെന്റ് 2 എടുത്താലും ആൻസർ ചെയ്യാൻ പറ്റും. അതാണ് നോർമൽ സിറ്റുവേഷനിലെ ഈ ഓപ്ഷൻസുകളുടെ മീനിങ്. ക്ലിയർ ആണോ? അത് ഓക്കെ ആണോ? ഓക്കെ, ഇനി ഇവിടുത്തെ ഓപ്ഷൻസിന്റെ ആ ഒരു മീനിങ് ഒന്ന് നോക്കണം. ഒന്നുമില്ല, ഇതിൽ ഒറ്റ ഡിഫറൻസ് ഉള്ളൂ. ഓപ്ഷൻ എ പറയുന്നത് ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസേർഡ് ബൈ
using any of the statements alone but cannot be answered by using the statement other. ഇവിടെ എന്താ വെച്ചാല് സപ്പോസ് നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 1 വെച്ച് മാത്രം കിട്ടുന്നുണ്ട് വിചാരിച്ചു, 2 വെച്ച് കിട്ടുന്നില്ല, 1 മാത്രം നോക്കിയാൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ഈ തന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതോ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ എനിക്ക് ആൻസർ കിട്ടി. ഏതാണെന്ന് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് പറയണമെന്നില്ല, നമുക്കറിയാം 1 ആണെന്ന്. പക്ഷെ ഓപ്ഷനിൽ വന്നപ്പം എനിക്ക് ഏതോ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ എനിക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ആ സിറ്റുവേഷൻ ആണെങ്കിൽ എ ആണ് ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ ആ ഏത് ഓപ്ഷൻ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എടുത്ത് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ചൂസ് ചെയ്യുന്നത് എന്താ, ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി ബി എന്ന ഓപ്ഷന്റെ അർത്ഥം എന്താ, ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസർഡ് ബൈ യൂസിങ് ഐദർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എ എടുത്താലും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുത്താലും ആൻസർ കിട്ടുന്നുണ്ട്, സെക്കൻഡ് എടുത്താലും ആൻസർ ഉണ്ടെങ്കിൽ ഞാൻ ഐദർ എന്നുള്ള ഓപ്ഷൻ എടുക്കണം. അപ്പോഴാണ് ഞാൻ ബി ചൂസ് ചെയ്യേണ്ടി വരിക. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കൂടി കമ്പൈൻ ചെയ്തിട്ട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമ്പോഴാണ് സി ചൂസ് ചെയ്യേണ്ടി വരിക. ഇനി എന്താ, രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ഇൻഡിവിജ്വലി നോക്കിയപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, അവർ കമ്പൈൻ ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് ഡി ചൂസ് ചെയ്യേണ്ടത്. കമ്പൈൻ ചെയ്തിട്ടും സോൾവ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് ഡി യൂസ് ചെയ്യേണ്ടത്. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇത് ഡാറ്റ സഫിഷ്യൻസിയിൽ ഓപ്ഷൻസ് വേറെ രീതിയിൽ സ്ട്രക്ചർ ചെയ്യുന്നതാണ് ഇങ്ങനെ. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ ഇസ് ഗിവൻ followed by two statements 1 and 2. Consider questions and statements. Okay, 60 ഡോബിൾ കാറ്റഗറി ആണ്. വീണ്ടും മറ്റൊരു ഡാറ്റ സഫിഷ്യൻസി ആണ്. നോക്കിയേ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് റെസ്പോണ്ട് ചെയ്ത് 60. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 60 പറഞ്ഞത് വാട്ട്സ് ടൈം റിക്വയർഡ് ടു ഡൗൺലോഡ് ദി സോഫ്റ്റ്വെയർ. ഒരു സാധനം ഡൗൺലോഡ് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്ന ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ അത് എന്താ പറയുക, എത്ര ടൈം അറിയണമെങ്കിൽ അതിന് എത്ര, ആ ഫയൽ സൈസ് അറിയണം. സൈസ് ഓഫ് ദി സോഫ്റ്റ്വെയർ 12 മെഗാബൈറ്റ്. എത്ര സ്പീഡിലാണ് ഡൗൺലോഡ് ആവുന്നത്, ആ രണ്ട് ഇൻഫർമേഷൻ അറിഞ്ഞാൽ മാത്രമേ എന്തത് എത്ര ടൈമിൽ എന്നുള്ളതും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന്റെ സൈസ് അറിയണം. ഇപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും, കാരണം സൈസ് അറിഞ്ഞാലേ പിന്നെ നമുക്ക് എത്ര ഡൗൺലോഡ് ചെയ്യാനുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇനി എന്താണ് ഡൗൺലോഡിങ് സ്പീഡ് അതും അറിയണം. So ഇവിടെ എന്താ, സി വിൽ ബി ദി ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ റിക്വയർഡ്. ഓക്കെ, അടുത്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാറ്റഗറി $64. ഓക്കെ, 64 മറ്റൊരു ഡാറ്റ സഫിഷ്യൻസി ആണ്. സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു 64. റെസ്പോണ്ട് ചെയ്ത് 64 നോക്കാം. ബി അല്ല, ഒന്ന് ചെക്ക് ചെയ്യാം. 64 പറയുന്നത് വെച്ചാല് വാട്ട് ആർ ദ യുണീക് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ വേർ എക്സ് ആൻഡ് വൈ ആർ ഡിസ്റ്റിങ് നാച്ചുറൽ നമ്പേഴ്സ്.
എക്സ് ആൻഡ് വൈ ഡിസ്റ്റിങ്, അപ്പൊ എക്സിന്റെയും വൈന്റെ യൂണീക് വാല്യൂസ് കാണണം. അത് ഡിസ്റ്റിങ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് പറയുന്നത്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞാൽ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് ആണ്. ഒന്നാമത്തെ അപ്പൊ എക്സിന്റെയും വൈന്റെയും യുണീക് വാല്യൂസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ഹെൽപ്പ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ എക്സ് ബൈ വൈ ഇസ് ഓഡ്, എക്സ് ബൈ വൈ ഓഡ് വരുന്ന ഒരുപാട് നമ്പേഴ്സ് ഉണ്ടാവും. അപ്പം എക്സിനും വൈക്കും എന്താ അങ്ങനെ ഒരു പ്രോപ്പർട്ടി നോക്കുമ്പോൾ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ആണ്. സോ 1 മാത്രം എടുത്താൽ എനിക്ക് എന്തായാലും ഇൻഡിവിജ്വലി നോക്കുമ്പോൾ ആൻസറിൽ എത്താൻ പറ്റില്ല. പിന്നെ എക്സ് ബൈ വൈ എടുത്താൽ 12 ആൻസർ കിട്ടും, അല്ല എക്സ് ഇൻറ്റു വൈ എടുത്താൽ 12 ആൻസർ കിട്ടും. സോ എക്സ് ഇൻറ്റു വൈ 12 ആൻസർ കിട്ടുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്കത് കുറച്ചുകൂടി ലിമിറ്റഡ് ആണ്. 12 എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ 6 × 2 വരാം, എക്സ് ഇൻറ്റു വൈൻ്റെ ആൻസർ 12 കിട്ടും. 4 × 3 12 കിട്ടാം. പിന്നെ 1 × 12 12 among the natural numbers യൂസ് ചെയ്യുമ്പോൾ 6 × 2 12 കിട്ടാം, 4 × 3 കിട്ടാം, 1 × 12 കിട്ടാം. ഇതൊക്കെയാണ് വേറെ, ഇതൊക്കെയാണ് പോസിബിലിറ്റീസ്. ഇനി അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ മാത്രം എടുത്തപ്പോൾ കുറച്ച് 3 പേരിലേക്ക് നമ്മളൊന്ന് ഒതുങ്ങി. ഇനി നമ്മൾ എന്ത് ചെയ്യാ, രണ്ടാമത് മാത്രം കൺസിഡർ ചെയ്യാൻ 3 ഓപ്ഷൻസ് വന്നു. യുണീക് വാല്യൂസിലേക്ക് അല്ല എത്തിയിട്ടില്ല, 3 ഓപ്ഷൻസ് വന്നു. പക്ഷെ ആദ്യത്തേക്കാളും ബെറ്റർ ആണ്. സെക്കൻഡ് മാത്രം എടുത്താലും ആൻസർ കിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് സെക്കൻഡിൽ കിട്ടിയ ഇൻഫർമേഷൻ 1 ആയിട്ട് കമ്പൈൻ ചെയ്യണം. അപ്പൊ നമുക്ക് എക്സ് ബൈ വൈയുടെ വാല്യൂ 6/2യുടെ വാല്യൂ 3 എന്താ നമുക്ക് എന്താ കിട്ടുക, ഒരു ഓഡ് നമ്പർ ആണ് കിട്ടുക. അപ്പം അത് ഓക്കെയാണ്, ഇതിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ 4/3യുടെ വാല്യൂ എടുത്താൽ അല്ല കിട്ടുക, 12/1ന്റെ വാല്യൂ എടുത്താലും കിട്ടില്ല. അപ്പം ഈ 2 ഓപ്ഷൻസ് ഉള്ളത്, ഇത് രണ്ടും ആൻസർ ആവില്ല. ഇത് ആൻസർ ആവുന്നുണ്ട്. ഇത് 6ഉം 2ഉം ആണ് എക്സിന്റെയും വൈയുടെയും വാല്യൂ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റിയത് രണ്ട് കാര്യങ്ങളുടെ ഇൻഫോർമേഷൻ കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ. അപ്പൊ എനിക്ക് എന്ത് പറയാൻ പറ്റും, സി വിൽ ബി ദി ആൻസർ. ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസർഡ് ബൈ using both the statements together but cannot be answered using either statement alone. C will be the answer. Clear ആവുന്നുണ്ടോ? ഓക്കെ ആണോ? 65 നോക്കിയേ, 65 ഒരു നൈസ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ 65 എന്ന് ട്രൈ ചെയ്തേ. നിങ്ങൾ നോക്കുക. നമുക്കൊരു 6 മിനിറ്റ്സ് ഒരു ബ്രേക്ക് എടുക്കാം, ഒരു 3:15 വരെ. നിങ്ങളത് നോക്കുകയും ചെയ്യുക. 3:15 വരെ ഒരു സ്ലൈറ്റ് ഒരു ബ്രേക്ക് എടുക്കുക. നമുക്ക് സെഷൻ കണ്ടിന്യൂ ചെയ്യണം, നമുക്ക് മാക്സിമം ഒന്ന് കവർ ചെയ്യണം. ഓക്കെ, ക്ലിയർ? 3:15 വരെ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കുക.
നമുക്ക് നോക്കാം. ഹലോ, ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യം നമ്മൾ 64 അല്ലേ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തേ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. 64 ആണോ അല്ലേ? 65 ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 65 ആൻസർ കിട്ടിയോ? 65 ഒരു ഡൂവബിൾ കാറ്റഗറി ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒന്ന് നോക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, അവിടെ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സർട്ടൻ എമൗണ്ട്, നമുക്ക് സർട്ടൻ എമൗണ്ട് വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് എക്സ് വൈ സെഡ്. എക്സ് വൈ സെഡിന്റെ ഇടയിൽ കുറച്ച് എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളത് ഹു റിസീവ് ദ ലീസ്റ്റ് എമൗണ്ട്, ആരാണ് ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് റിസീവ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഒരു മിനിറ്റ്. ഓക്കെ, എക്സ് റിസീവ്ഡ് 4/5 ഓഫ് വാട്ട് വൈ ആൻഡ് സെഡ് ടുഗദർ റിസീവ്ഡ്. അപ്പൊ എന്താ എക്സ് റിസീവ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാല്, ഓക്കെ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. എക്സ് റിസീവ് ചെയ്തിട്ടുള്ളത്, ഓക്കെ, എക്സ് റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ 4/5 ഓഫ് വൈ പ്ലസ് സെഡ് ആണ്. ഓക്കെ, അപ്പം വൈ പ്ലസ് സെഡിന്റെ 4/5 അത്രയും. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ് ആണ് ഇതില്. ആ ഒരു കാര്യത്തിൽ നമുക്ക് എന്ത് മനസ്സിലായി, എക്സ് ഇതിൽ ഒരു മേജർ എമൗണ്ട് ഓഫ് മണി എക്സ് ആണ് റിസീവ് ചെയ്തിട്ടുള്ള മനസ്സിലായി. കാരണം എക്സ് ഇസ് ഈക്വൽ ടു 4/5 ഓഫ് വൈ പ്ലസ് സെഡ് എന്ന് കിട്ടി. ഇനി നമുക്ക് അപ്പം ഏറ്റവും കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ എക്സ് ആണ്, ഏറ്റവും കൂടുതൽ റിസീവ് ചെയ്താൽ എക്സ് ആണെന്ന് മനസ്സിലായി. പക്ഷെ നമുക്ക് ലീസ്റ്റ് ആണ് കിട്ടേണ്ടത്. ഇനി വൈന്റെയും സെറ്റിന്റെ ഇടയിൽ ആരാണ് ഫസ്റ്റ് എന്തായാലും ഇൻഡിവിജ്വലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ആകെ കിട്ടുന്നത് ഫസ്റ്റ് വെച്ച് നമുക്ക് മനസ്സിലാവുന്ന ഒരേ ഒരു കാര്യം ഇവിടെ എന്താണ്, ഇതുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന ഒരേ കാര്യം എക്സ് ഇസ് ഈക്വൽ ടു 4/5 വൈ പ്ലസ് സെഡ് ആണ്. ഓക്കെ, ഓക്കെ. പിന്നെ നമുക്ക് രണ്ടാമത്തെ കാര്യം നോക്കുമ്പോൾ വൈ റിസീവ് 2/7 ഓഫ് വാട്ട് എക്സ് പ്ലസ് സെഡ് റിസീവ്ഡ്. അപ്പം വൈ റിസീവ് ചെയ്തത് 2/7 ഓഫ് എന്താണ് എക്സ് പ്ലസ് സെഡ് ആണ്. അപ്പൊ അത്രയും ചെറിയൊരു പോർഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റിൽ നിന്ന് നമുക്ക് ആദ്യത്തിൽ നിന്ന് മനസ്സിലായത് എന്താ, ഇത് മാത്രം നോക്കുമ്പോൾ നമുക്ക് വേറൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. പക്ഷെ ഈ രണ്ട് ഇൻഫോർമേഷൻസ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻഫോർമേഷനിലേക്ക് എത്താൻ പറ്റും. ഇതിൽ ആരാണ് വൈ ആണ് ഏറ്റവും കുറഞ്ഞ എമൗണ്ട് റിസീവ് ചെയ്തെന്ന് മനസ്സിലാവും. ക്ലിയർ ആവുന്നുണ്ട്? റെഡി ആണോ? നമുക്കതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വെക്കാൻ വേണമെങ്കിൽ ഒരു മിനിറ്റ്. ഇവിടെ വേണമെങ്കിൽ 5x ഇസ് ഈക്വൽ ടു നമുക്ക് 4y പ്ലസ് 4z എന്ന് കിട്ടും. അവിടെ വെക്കട്ടെ. അതേപോലെ എനിക്കിവിടെ വേണമെങ്കിൽ 7y ഇസ് ഈക്വൽ ടു ഒരു മിനിറ്റ് 2x പ്ലസ് 2z ആണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്കിത് ഈ രണ്ട് ഇൻഫോർമേഷൻ കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് മനസ്സിലാവും, വൈ. കാരണം ഇതിൽ എനിക്ക് ഇതിന്ന് എനിക്ക് മനസ്സിലായി എക്സ് ആണ് ഏറ്റവും കൂടുതൽ റിസീവ്. ഫസ്റ്റിൽ നിന്ന് എനിക്ക് എക്സിനെ മാത്രമേ ക്ലാരിറ്റി കിട്ടുന്നുള്ളൂ. സെക്കൻഡിൽ എനിക്ക് വൈ എക്സ് ഗ്രേറ്റർ ആണെങ്കിൽ വൈനെയും സെറ്റിനെയും കമ്പയർ വൈ ആണ് കുറഞ്ഞ് റിസീവ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കൂടി എടുക്കുമ്പോൾ മനസ്സിലാവും. സോ അങ്ങനെയാണ് ഞാൻ സി പറഞ്ഞ ആൻസറിലേക്ക് എത്തിയത്. റെഡി ആണോ? സാർ ആ ഓക്കെ സെക്കൻഡ് ആവുന്നുണ്ടോ? പറഞ്ഞ കണ്ടീഷൻ ഒന്ന് പറയോ? വൈ എങ്ങനെ സാർ ഈ കൺക്ലൂഷനിലേക്ക് എത്തി?
നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇൻഡിവിജ്വലി നോക്കുമ്പം ഇവിടെ നമുക്ക് ഏഹ്, എവിടെ നമുക്ക് ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഫസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ ഫസ്റ്റിൽ നമ്മൾ എടുക്കുമ്പോൾ എക്സിനെ പറ്റിയിട്ടാണ് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നത്. പിന്നെ അപ്പൊ നമുക്ക് എന്താ അത് ഇൻഡിവിജ്വലി നോക്കുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് നോക്കുമ്പോൾ നമുക്ക് എന്താ ഇവിടെ ആഹ്, ഈ ഫസ്റ്റില് ഇതിൽ നോക്കുമ്പോൾ 7y = 2z. അപ്പൊ ഇതില് എക്സിനെ പറ്റിയിട്ട് ഒരു എക്സ് എത്രയാവും, എക്സിന്റെ വാല്യൂ ഹയർ ആണോ ലോവർ ആണോ എന്ന് പറയുന്നില്ല സെക്കൻഡ് ഇൻഡിവിജ്വലി നോക്കുമ്പോൾ. ഇനി നമുക്ക് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എനിക്ക് ഫസ്റ്റിൽ മനസ്സിലായില്ല എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹയർ എമൗണ്ട് റിസീവ് ചെയ്യുന്ന ആളാണ്. അപ്പം അതുകൊണ്ടാണ് ഇത് എന്തിന് ഈക്വൽ ആയത് 7y ക്ക് 2x ഈക്വൽ. അപ്പം അവിടെ ഹയർ ആവാൻ വരാൻ കാരണം അതാണെന്നുള്ളത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താ ഇവിടെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് മനസ്സിലാവും, വൈ ആണ് ഇതിൽ ഏറ്റവും ലീസ്റ്റ് റിസീവ് ചെയ്യാന്നുള്ളത് ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ. രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമേ ക്ലാരിറ്റി കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ മറ്റേ ആഡ് ചെയ്തപ്പം കിട്ടുന്ന ഒരു കൺക്ലൂഷനിലേക്കാണല്ലോ എത്തിയത്. ആ രീതിയിലാണ് നമ്മൾ എത്തുന്നത്. ഓക്കെ ഓക്കെ. അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് 66. ഓക്കെ, 66ഉം ഒരു ഡുവബിൾ കാറ്റഗറിയാണ്. ഒന്ന് നോക്കാം. സിക്സ്റ്റി സിക്സ് നോക്കുമ്പോൾ ഒരു ആവറേജ് ബേസ്ഡ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നോക്കാം നമുക്ക്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇഫ് ദ ആവറേജ് മാർക്സ് ഇൻ എ ക്ലാസ് ആർ 60 then what is the number of students in the class. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അവിടെ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണ്ടേ. ആവറേജ് മാർക്ക് 60 ആണ്. നമ്മൾ ഒന്നാം സ്റ്റെപ്പിൽ കൊടുത്തിട്ടുള്ളത് ഹയസ്റ്റ് മാർക്കും ലോവസ്റ്റ് മാർക്കായ 17നെയും 15നെയും റിമൂവ് ചെയ്താൽ
ദി ഹയസ്റ്റ് മാർക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഹയസ്റ്റ് മാർക്ക് 70യും ലോവസ്റ്റ് മാർക്ക് 50 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര സ്റ്റുഡൻസ് എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. അപ്പൊ നമുക്കിത് മാത്രം വെച്ചാൽ പോസിബിൾ അല്ല. രണ്ടാമത്തെ പറയുന്നുണ്ട് ഹയസ്റ്റ് മാർക്ക് ആയിട്ടുള്ള 70യും ലോവസ്റ്റ് മാർക്ക് ആയിട്ടുള്ള 50യും റിമൂവ് ചെയ്ത ആവറേജ് സെയിം ആയിരിക്കും. അത് പറഞ്ഞാലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല, ആവറേജ് അവിടെ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ ഈ രണ്ട് ഇൻഫോർമേഷൻ ഉണ്ടായാലും എനിക്ക് ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. സോ ക്വസ്റ്റ്യൻ ഡി വിൽ ബി ദി ആൻസർ. ഓക്കെ ആണ്. ഈ രണ്ട് ഇൻഫോർമേഷനും ഉണ്ടായാലും എനിക്ക് ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, ഒരു മിനിറ്റ്. ഇനി നമുക്ക് ഈ 67ഉം 68ഉം ഡാറ്റ സഫിഷ്യൻസി ആണെങ്കിൽ നമുക്കത് അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ല. അവിടെ നിൽക്കട്ടെ, നമുക്ക് പറയാം. 69 നോക്കിയേ, 69 ഒന്ന് ചെക്ക് ചെയ്തേ, ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. സിക്സ്റ്റി നയനില് പറഞ്ഞ ഇൻഫർമേഷൻ നോക്കുമ്പോൾ ഡി അല്ല. നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് പേഴ്സൺ ബൈസ് 3 ആർട്ടിക്കിൾസ് പി ക്യു ആൻഡ് ആർ ഫോർ റുപ്പീസ് 50. എന്താ പി പ്ലസ് ക്യൂ പ്ലസ് ആറിന് ആൾക്ക് 50 റുപ്പീസ് കൊടുത്ത് ക്യൂവിന്റെ വാല്യൂ 16 റുപ്പീസ്. അപ്പം പി പ്ലസ് ആറിന്റെ വാല്യൂ 34 ആയിരിക്കും. വാട്ട്സ് നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെന്താ, ഇതില് ക്യൂവിന്റെ പ്രൈസ് ആണ് ലീസ്റ്റ്. ഏറ്റവും വില കുറഞ്ഞ ആള് ക്യൂ ആണ്, അതിന് 16 രൂപയാണ്. ഇപ്പൊ പി പ്ലസ് ആർ 34 ആണ്. നമുക്ക് വാട്ട്സ് പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ പി, പിയുടെ പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് കോസ്റ്റ് ഓഫ് പി ഇസ് നോട്ട് മോർ ദാൻ ആർ. അപ്പൊ എന്താ, പി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ എന്ന് പറയാൻ പറ്റും. സോറി, പി ഇസ് കോസ്റ്റ് ഓഫ് പി ഇസ് നോട്ട് മോർ ദാൻ ആണ്. അപ്പൊ നമുക്ക് എന്താ തിരിച്ച് പറയാൻ പറ്റുക, തിരിച്ചാണ് പറയാൻ പറ്റുക, ആർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി. അപ്പം നമുക്ക് അതല്ലെങ്കിൽ പി എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ എന്ന് ഫസ്റ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ പിയുടെ വാല്യൂ വേണമെങ്കിൽ ആറിന് ഈക്വൽ ആവാം, അല്ലെങ്കിൽ ആറിനെക്കാളും ലെസ് ദാൻ ആവാം. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ആർ എസ് നോട്ട് മോർ ദാൻ ദാറ്റ് ഓഫ് പി എന്ന് പറയുമ്പോൾ ആർ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി. അപ്പം ഇവിടെ ആറിന്റെ വാല്യൂ വേണമെങ്കിൽ പിക്ക് ഈക്വൽ ആവാം, ആറിന്റെ വാല്യൂ പിന് ലെസ് ദാൻ ആവാം എന്നുള്ള സിറ്റുവേഷൻ. പക്ഷെ ഇനി രണ്ട് സ്റ്റേറ്റ് നമുക്ക് എന്താ, പി ഇൻഡിവിജ്വലി നോക്കുമ്പോൾ പിയുടെ വാല്യൂ എന്താണ് ആറിന്റെ വാല്യൂ എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും, പി എസ് ഈക്വൽ ടു ആർ എന്ന് പറയാൻ പറ്റും. അപ്പം 34 രൂപയാണെങ്കിൽ ഒന്നിന്റെ വില എന്തായിരിക്കും, 17. പിയുടെ വില 17, ആറിന്റെ വില 17, ക്യൂവിന്റെ വില എന്താ, 16. ഇത് മൊത്തം സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 50 റുപ്പീസും കിട്ടും. പി ക്യൂ ആണ് ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് എന്നുള്ള കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം നമുക്ക് ഈ രണ്ട് ഇൻഫോർമേഷൻ കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് പിയുടെ വില കിട്ടുന്നത്. സോ എന്ത് വരും, സി വിൽ ബി ദി ആൻസർ. റെഡി ആവുന്നുണ്ടോ? ഓക്കെ, 70 നമുക്കൊരു ഡൂബിൾ കാറ്റഗറിയാണ്. 70 നോക്കിയേ, 70 ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 70 എന്ന് റെസ്പോണ്ട് ചെയ്തേ, 70. ഒന്ന് ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. സെവൻറ്റിയിൽ പറയുന്നുണ്ട് പി ക്യു ആർ ആൻഡ് എസ് അപ്പിയർ ഇൻ എ ടെസ്റ്റ്. അവര് ടെസ്റ്റിൽ അപ്പിയർ ചെയ്തു. ഹാസ് പി സ്കോർ മോർ മാർക്സ് ദാൻ ക്യൂ. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ
ഹാസ് പി സ്കോർഡ് എന്നാണ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പി സ്കോർ ചെയ്തു എന്ന് പറയണ്ട, സ്കോർ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന്. ഇല്ല എങ്കിൽ ഇല്ല എന്നും അല്ലെങ്കിൽ ഉണ്ടെന്ന്, അതില് യെസ് ഓർ നോ എന്നുള്ള ഒരു ആൻസർ. സ്കോർ ചെയ്തിട്ടുണ്ട് എന്നല്ല പ്രൂവ് ചെയ്യേണ്ടത്, ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. അപ്പൊ നമുക്ക് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റിയാലും അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റിയാലും മതി. ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഒന്നാമത്തെ പറയുന്നുണ്ട് സം ഓഫ് മാർക്സ് സ്കോർഡ് ബൈ പി ആൻഡ് ക്യു ഇസ് ഈക്വൽ ടു ദ സം ഓഫ് ആർ ആൻഡ് എസ്. അപ്പൊ നമുക്ക് പി പ്ലസ് ക്യു ഇസ് ഈക്വൽ ടു ആർ പ്ലസ് എസ് ആണ് ഒന്നാമത്തെ ഇതിൽ നിന്ന് കിട്ടുന്നത്. അതിൽ നിന്ന് നമുക്ക് പി ക്യൂവിനെക്കാളും ഹയർ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇൻഡിവിജ്വലി നോക്കുമ്പോൾ പോസിബിൾ അല്ല. സം ഓഫ് ദ മാർക്സ് സ്കോർഡ് ബൈ പി ആൻഡ് എസ് മോർ ദാൻ ദാറ്റ് സം ഓഫ് പിയും എസും കൂടി സ്കോർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടുള്ളത് പിയും എസ് എന്ത് സ്കോർ ചെയ്തിട്ടുണ്ടോ അത് ഇവിടെ മോർ ആണ്. സം ഓഫ് ദ മാർക്സ് സ്കോർഡ് പി ആൻഡ് ഫസ്റ്റത്തില് സം ഓഫ് മാർക്സ് സ്കോർഡ് ബൈ പി ആൻഡ് ക്യു ഇസ് ഈക്വൽ ടു ആണ്. അടുത്തിൽ പറയുന്നത് എന്താണ്, സം ഓഫ് മാർക്സ് സ്കോർഡ് ബൈ പി ആൻഡ് എസ് ഇസ് മോർ ദാൻ ദി സം. അപ്പൊ എന്താ, ഇത് ഗ്രേറ്റർ ആണ്, ആറിനെക്കാടി ക്യൂ പ്ലസ് ആറിനെക്കാടി ഗ്രേറ്റർ ആണ്. ഓക്കെ, ഇപ്പം രണ്ടാമത്തത്, ഇപ്പം ഇത് രണ്ട് ഈക്വൽ ആകുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി രണ്ടാമത്തത് പി പ്ലസ് എസ് ക്യൂ പ്ലസ് ആറിനെക്കാളും ഗ്രേറ്റർ ആവാൻ ഒരു കാരണം എന്താ, ഒന്നെങ്കിൽ പി ഗ്രേറ്റർ ആയതുകൊണ്ട് എന്താ പി പ്ലസ് എസ്, പി നല്ല ഹൈ മാർക്ക് ആവുമ്പോൾ അതിനോട് എസ് കൂടി വരുമ്പോൾ അത് ക്യൂ പ്ലസ് ആറിനെക്കാളും ഗ്രേറ്റർ ആവാം. അതല്ലെങ്കിൽ എസ് ഭയങ്കര ഹൈ മാർക്സ് ആണ്, അത് കാരണം കൊണ്ട് എന്താ പി പ്ലസ് എസ് ഹയർ വാല്യൂ ആണ്. അപ്പൊ സെക്കൻഡ് വൺ ഇൻഡിവിജ്വലി നോക്കുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി ഇവരെ കമ്പൈൻ ചെയ്താലും എനിക്ക് ഒന്നും കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. എന്ത് പറയാൻ പറ്റില്ല, പി ക്യൂവിനെക്കാളും ഹയർ ആയിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇവരെ കമ്പൈൻ ചെയ്താലും എനിക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ആൻസർ വരും. ദ ക്വസ്റ്റ്യൻ കനോട്ട് ബി ആൻസേർഡ് ഈവൻ ബൈ യൂസിങ് ദ സ്റ്റേറ്റ്മെന്റ്സ് ടുഗദർ. അതാണ് ആൻസർ വരെ. കാരണം എനിക്കത് പി ക്യൂവിനെക്കാളും ഹയർ ആക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഇൻഡിവിജ്വലി നോക്കുമ്പോൾ പറ്റുന്നില്ല. അവർ കമ്പൈൻ ചെയ്താലും എനിക്കൊരു ക്ലാരിറ്റിയിൽ എത്താൻ പറ്റി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? രണ്ട് റീഡിങ് കോംപ്രിഹെൻഷൻസ് ആണ്. നമുക്ക് അതിലേക്ക് 73 അവിടെ നിൽക്കട്ടെ. 74. ഓക്കെ, 74 നോക്കാം. ഒരു സിലോജിസത്തിന്റെ തന്നെ വേറൊരു രീതിയിൽ ഡയഗ്രാംസ് ഒന്നും വരയ്ക്കണ്ട, അല്ലാത്തൊരു സ്ട്രക്ചറിങ് ആണ്. നമ്മൾ അതിൽ മെയിൻ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് വായിക്കുക, എന്നിട്ട് അതിന്റെ ഡയറക്ഷൻസ് ഒക്കെ നോക്കുക, എന്നിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. 74. ഇവിടെ കൊടുത്തിട്ടുണ്ട് മെയിൻ സ്റ്റേറ്റ്മെന്റ് ഫോളോഡ് ബൈ 4 സ്റ്റേറ്റ്മെന്റ്സ് ലേബൽ പി ആൻഡ് ക്യൂ ആർ എസ്
choose the ordered pair of the statements where the first statement implies the second and the two statements logically consistent with the main statement. നമുക്ക് ഏത് സ്റ്റേറ്റ്മെന്റ് എടുത്താലാണ് നമുക്ക് എന്താ അത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇംപ്ലൈ ചെയ്യുക, അതേപോലെ അത് എന്താ ബാക്കി രണ്ടും ലോജിക്കലി കൺസിസ്റ്റന്റ് ആവുന്ന മെയിൻ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് കൺസിസ്റ്റ് ആവുന്ന സിറ്റുവേഷൻ എന്താണ്. ഇവിടെ ഫസ്റ്റ് പറയുന്നുണ്ട് പ്രദീപ് ബിക്കംസ് ഐദർ പ്രദീപ് ബിക്കംസ് ഐദർ എ ഡയറക്ടർ ഓർ എ പ്രൊഡ്യൂസർ. ഓക്കെ, പ്രദീപിന് മെയിൻ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് പ്രദീപ് ഒന്നെങ്കിൽ ഡയറക്ടർ ആവും അതല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആവും എന്നാ പറയുന്നത്. ഒരു മിനിറ്റ്, സ്ക്രീൻ കാണുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഒരു സെക്കൻഡ്. അപ്പം പ്രദീപ് ഒന്നുകിൽ ഡയറക്ടറും പ്രൊഡ്യൂസർ, അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന. അപ്പം സ്റ്റേറ്റ്മെന്റ് പിയില് പറയുന്നത് പ്രദീപ് ഇസ് എ ഡയറക്ടർ. അപ്പൊ പ്രദീപ് ഡയറക്ടർ ആണെങ്കിൽ എന്താ പ്രദീപ് പ്രൊഡ്യൂസർ ആവില്ല. അപ്പം പ്രദീപ് ഇസ് നോട്ട് എ പ്രൊഡ്യൂസർ ആണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം. ഈ പ്രദീപ് ഒരു പ്രൊഡ്യൂസർ ആവെന്ന് പറയുമ്പോൾ എന്താ പ്രദീപ് ഒരു ഡയറക്ടർ അല്ല എന്ന് പറയുന്നതാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം. അപ്പൊ നമുക്കിവിടെ എസും പിയും നോക്കുമ്പോൾ എന്താ പ്രദീപ് ഇസ് എ ഡയറക്ടർ, പ്രദീപ് ഇസ് എ പ്രൊഡ്യൂസർ. അത് മാത്രമല്ല, നമുക്ക് അതിന്റെ നേരെ മറ്റൊരു കാര്യം വേണം. ആറും ക്യൂവും മാത്രം പോരാ. അപ്പൊ നമുക്ക് എന്താ ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്താ ഈ സി പറഞ്ഞത് എടുക്കുന്ന. അപ്പൊ അതിലെന്താ അത് എസും പി, പ്രദീപ് ഇസ് നോട്ട് എ പ്രൊഡ്യൂസർ പറയുമ്പോൾ എന്താ പ്രദീപ് ഇസ് എ ഡയറക്ടർ ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. പ്രദീപ് ഇസ് എ പ്രൊഡ്യൂസർ പറയും പ്രദീപ് ഒരു ഡയറക്ടർ അല്ല എന്ന രീതിയിൽ നമുക്ക് ഇൻഡിവിജ്വലി നോക്കുമ്പോഴും ഒരു ലോജിക്കൽ കൺസിസ്റ്റന്റ് ആണ്. അതേപോലെ നമ്മൾ എന്താ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് മറ്റേതുള്ളത്. അപ്പൊ എന്താ സി വിൽ ബി ദി ആൻസർ. ഇതൊരു ലോജിക്കൽ സിലോജിസം പോലത്തെ ഒരു ചാപ്റ്ററിന്റെ മറ്റൊരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? സാർ ഇത് കോമ്പിനേഷൻ ആയിട്ടാണോ എടുത്തിരിക്കുന്നത്? നമുക്ക് ഇവിടെ ഇവിടെ ചൂസ് ദ ഓർഡേർഡ് പെയർ. ഏത് പെയർ ആണ് വേർ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇംപ്ലൈസ് സെക്കൻഡ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡിന് ഇംപ്ലൈ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ടു സ്റ്റേറ്റ്മെന്റ്സ് ആർ ലോജിക്കലി കൺസിസ്റ്റന്റ് വിത്ത് ദ മെയിൻ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ എടുക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്തായിരിക്കണം? മെയിൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് പ്രദീപ് ബിക്കംസ് എ ഡയറക്ടർ. പ്രദീപ് മെയിൻ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് പ്രദീപ് ഒന്നെങ്കിൽ ഡയറക്ടർ ആവാം അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആവാം. അപ്പൊ പ്രദീപ് ഡയറക്ടർ ആവാനുള്ള ചാൻസ് ഉണ്ട്, പ്രൊഡ്യൂസർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ ഓപ്ഷൻ എയില് പറയുന്നത് എന്താ എസും ബിയും മാത്രം. പ്രദീപ് ഇസ് നോട്ട് എ പ്രൊഡ്യൂസർ, പ്രദീപ് എ ഡയറക്ടർ. അങ്ങനെ മാത്രമാണോ മെയിൻ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്? പ്രദീപ് ഡയറക്ടർ മാത്രമല്ല, പ്രദീപ് പ്രൊഡ്യൂസർ കൂടി ആവാം. അപ്പൊ ഇത് മാത്രം പറഞ്ഞാൽ പോരാ. ആറും ക്യൂവിൽ എടുക്കുമ്പോൾ എന്താ പ്രദീപ് ഇസ് എ പ്രൊഡ്യൂസർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതങ്ങനെ മാത്രമല്ല, പ്രദീപ് ഡയറക്ടർ കൂടി ആവാം. അത് രണ്ടും കൂടി പറയുന്ന കാര്യം എന്താ? ഇതാണ്, സി ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ഓക്കെ. 75 നമുക്ക് ഡൂവബിൾ കാറ്റഗറിയാണ്. 75 നോക്കിയേ, 75 അത് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക, സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. ഞാൻ അതിൽ ബോർഡ് മാസ് എന്നൊരു കോൺസെപ്റ്റ് അറിയണം, അത്രേ ഉള്ളൂ. നമ്പർ സിസ്റ്റം പറഞ്ഞ ചാപ്റ്ററിന്റെ ഒരു ഭാഗമായിട്ടുള്ള ബോർഡ് മാസ് അത് ഞാൻ ഒന്ന് പറയാം. ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് നോക്കാം. സോ ഇവിടെ നോക്കാം, ബോർഡ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ യൂസ് ചെയ്യേണ്ട ഒരു റൂളാണ്, അത്രേ ഉള്ളൂ. ആ റൂൾ എന്താണെന്നാണ് ഈ ബോർഡ് മാസ് എന്ന കോഡ് ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ ബി സ്റ്റാൻഡ് ഫോർ ബ്രാക്കറ്റ്, ഓക്കെ, ബ്രാക്കറ്റ്. ഒ സ്റ്റാൻഡ്സ് ഫോർ ഓർഡർ, പിന്നെ ഡിവിഷൻ,
മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഈ ഒരു പ്രയോറിറ്റി വെച്ചിട്ടായിരിക്കണം നമ്മൾ ഈ മാത്തമാറ്റിക്കൽ ഇപ്പൊ ഇത്രയും കാര്യം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രയോറിറ്റി ആയിരിക്കും കൊടുക്കേണ്ടത്. ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ബ്രാക്കറ്റിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ആദ്യം സോൾവ് ചെയ്യേണ്ടത്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? 2 സ്ക്വയർ, 2 ക്യൂബ്, റൂട്ട്. റൂട്ട് എന്ന് പറഞ്ഞാൽ √2 എന്ന് പറഞ്ഞാൽ 2⁻1/2 എന്നാണ്. അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സെക്കൻഡ് പ്രയോറിറ്റി അതിനാ കൊടുക്കേണ്ടത്. പിന്നെ തേർഡ് പ്രയോറിറ്റി ഡിവിഷൻ ആയിരിക്കും, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും, പിന്നെ അഡീഷൻ ആയിരിക്കും, അവസാനമായിരിക്കാം നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത്. ഇതാണ് ആ പ്രയോറിറ്റി ഓർഡർ. ബോർഡ് മാസിൽ ആ പ്രയോറിറ്റി ഓർഡറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബ്രാക്കറ്റ്, ഓർഡർ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇപ്പൊ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ നോക്കുമ്പോൾ നമുക്കിവിടെ ഇവിടെ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുമ്പോൾ പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. അതൊന്ന് എഴുതി വെക്കുക. ഈ ഇവിടെ തരുന്ന ഇൻസ്ട്രക്ഷൻസ് A+B - A-B ആണ് ചെയ്യേണ്ടത്. A- എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ നമ്മൾ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. അതേപോലെ ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ആണ് ചെയ്യേണ്ടത്. ഈ ഒരു ടേബിൾ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ 10+30 എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. 10-30 ആണ്. മൈനസ് വരുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്, ഇൻറ്റു 100 ആണ്. പിന്നെ മൾട്ടിപ്ലൈ വരുമ്പോൾ ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഡിവൈഡ് നമ്മൾ പ്ലസ് ആ ചെയ്യേണ്ടത്. സോ ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ ഇപ്പൊ ഇവിടെ എന്താ, ബോർഡ് മാസിൽ DMAS മാത്രമേ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. അപ്പൊ അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പ്രയോറിറ്റി വേണ്ട ഈ ഡിവിഷൻ 100/50 എന്താ 2 ഉണ്ടാവും. പിന്നെ ഈ 30-ഉം 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. സോ അവിടെ എന്താ 10-60 + 25 ആയി. അപ്പൊ നമുക്ക് എന്താ ഈ സബ്ട്രാക്ഷൻ ചെയ്യുന്നതിന് നമ്മൾ അഡീഷൻ എന്തായാലും ചെയ്യണം. സോ 35 - 60 ഉണ്ടാവും. നമുക്ക് ചെയ്യുമ്പോൾ -25 എന്ന് ആൻസർ കിട്ടും. 35-ൽ നിന്ന് 60, 35 നിന്ന് 60 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -25 എന്ന് ആൻസർ കിട്ടും. സോ ഡി വിൽ ബി ദി ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? ആദ്യം നമ്മൾ ആ ഡിവിഷൻ ചെയ്യുക. അപ്പൊ 100/52 വരും. പിന്നെ ഈ 2-ഉം 30-ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60 വരും. പിന്നെ 10 - 60 + 25, -60 അവിടെ നിൽക്കട്ടെ. 10-ഉം 25 ആകുമ്പോൾ 35 വരും. 35 - 60 -25 ആൻസർ കിട്ടും. റെഡി ആണോ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ? റെഡി ആണോ? റെഡി ആണോ? അടുത്ത് നമുക്ക് ചെയ്യാനുള്ള ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കിയേ. ഇവിടെ നമുക്ക് ഇനീക്വാളിറ്റീസ് അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇതിലേക്ക് വരാം. 79 നോക്കി. 79 നോക്കുക. ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് റെസ്പോണ്ട് ചെയ്യാം. 79.
സോ ഇവിടെ നോക്കുമ്പോൾ പറഞ്ഞ ഇൻഫർമേഷൻ വെച്ച് നോക്കാം. ഇതൊരു ഡബിൾ ഡി പാറ്റേൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 3 ഉണ്ട്, 14 ഉണ്ട്, 39 ഉണ്ട്, 84 ഉണ്ട്, ഇടയ്ക്കൊരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഡിഫറൻസ് നോക്കുമ്പം ഇവിടെ 11 വന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിഫറൻസ് നോക്കുമ്പം ഇവിടെ നമുക്ക് 15, 25, ഒരു മിനിറ്റ് ആ 25 വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പം നമുക്ക് 5ഉം 45 വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? നമുക്ക് 11 ഡിഫറൻസ് വന്നു, 25 ഡിഫറൻസ് വന്നു, 45 ഡിഫറൻസ് വന്നു. പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, ഇനി നമുക്ക് 3, 14, 39, 84 നമുക്ക് പ്രത്യേകിച്ചൊന്നും ഒരു പാറ്റേൺ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ഇവരുടെ ഡിഫറൻസ് ഒന്നും ഡബിൾ ദി പാറ്റേൺ എന്നുള്ളത് യുപിഎസ്സിൽ റിപ്പീറ്റ് ചെയ്ത കാര്യം, വീണ്ടും ആ പാറ്റേണിന്റെ വീണ്ടും ഡിഫറൻസ് എടുത്ത് നോക്കുക. സോ ഇവിടെ 14 ഡിഫറൻസ് വന്നു, ഇവിടെ എന്താ 20 ഡിഫറൻസ് വന്നു. ഇവിടെ നോക്കുമ്പോൾ ഒരു പാറ്റേൺ ഉണ്ട്, 6 ആണ് ആഡ് ചെയ്യപ്പെട്ടത്. അടുത്തത് എന്ത് ചെയ്യണം, ഇയാളോട് 26 ആഡ് ചെയ്യണം. സോ 45നോട് 26 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് എന്ത് കിട്ടും, 1 കിട്ടും. ഇവിടെ അഗെയിൻ 71 ആണ് ഇനി 84നോട് ആഡ് ചെയ്യേണ്ടത്. 84 പ്ലസ് 71 എന്താ 155. സോ ഓപ്ഷൻ ഇവിടെ 155 വരും. ഡബിൾ ദി പാറ്റേൺ എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ആദ്യം ഡിഫറൻസ് എടുത്തപ്പം 3ഉം 14ഉം ഡിഫറൻസ് 11 വന്നു, 14ഉം 39 ഡിഫറൻസ് 25 വന്നു, 39ഉം ഇതും ഡിഫറൻസ് 45 വന്നു. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒരു പാറ്റേൺസ് ഇല്ല. പിന്നെ ആ 11ഉം 25 ഡിഫറൻസ് എന്താ 14 വന്നു, പിന്നെ 20 വന്നു. അപ്പൊ 6ന്റെ പാറ്റേൺ ആണ്. ഇതിനെ മുമ്പും ഡബിൾ ദി പാറ്റേൺ ചോദിച്ചപ്പോൾ എല്ലാം 6 ആണ് ഡിഫറൻസ് അവരും എടുത്തിട്ടുള്ളത്. ഇത് മുമ്പും ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇത് ആൻസർ കിട്ടിയവർക്ക് വേറെ ഏതെങ്കിലും മെത്തേഡിൽ ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇത് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡിൽ ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു? സെയിം മെത്തേഡ്. ഓക്കെ, അപ്പം സെയിം മെത്തേഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബി വിൽ ബി ദി ആൻസർ. ഇത് ഓക്കെ, 78 ഓക്കെ. 78 ഒരു ഡൂബിൾ കാറ്റഗറിയാണ്. 78 ഒന്ന് ഒരു 1-2 മിനിറ്റ്സ് എടുക്കുന്ന ഒന്ന് നോക്കി 78 സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സി അല്ല 78 വരിക, ഒന്ന് ശ്രദ്ധിക്കുക. സോ ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇന്ന സർട്ടൻ കോഡ് പോർട്ട് ഇസ് റിട്ടേൺ ആസ്. പോർട്ട് എന്ന് പറഞ്ഞ ആളെ റിട്ടേൺ ചെയ്തിട്ട് എന്താ
എ ടോപ്പ് ആണ്. പക്ഷെ ഇവിടെ പി ഒ ടി ഇവിടെ ഉണ്ട്. പക്ഷെ അത് ആ പി ഒ ടി എന്താ റിവേഴ്സ് ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഒരു എ എക്സ്ട്രാ എഴുതിയതാണ്. പക്ഷെ അത് അങ്ങനെയാണോ എന്ന് കൺഫേം ചെയ്യാൻ ട്രാപ്പ് നോക്കാം. ട്രാപ്പ് എഴുതിയപ്പം എന്ത് ചെയ്തു, എപ്പാർട്ട് എന്ന് എഴുതിയിട്ടില്ല. അപ്പോഴും എന്താ ഈ ടി ആർ എ പി അവിടെ ഉണ്ട്. പിന്നെ ഒരു എ എക്സ്ട്രാ ഇട്ടു. അതാണ് അപ്പൊ എ എല്ലായിടത്തും വെറുതെ എക്സ്ട്രാ ഇട്ടുന്നേ ഉള്ളൂ. അപ്പം അരേന 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 എങ്ങനെ എഴുതാ, എ ഇവിടെ എന്താണ് ആറ്, ഈ എ വരും, പിന്നെ ആറ് വരും, പിന്നെ ഇ വരും, പിന്നെ എൻ വരും, പിന്നെ എ വരും, ഒരു എ കൂടി വരും. സോ ഡബിൾ എ എൻ വേണം. സോ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ആൻസർ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ഓപ്ഷൻസ് വളരെ സിമിലർ ആണ്, മൈന്യൂട്ട് ചേഞ്ചേ ഉള്ളൂ. അപ്പൊ നമുക്ക് തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഡബിൾ എ എൻ എന്ന് വേണം, ഡബിൾ എ ആർ എന്നുള്ളതല്ല. ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്ത് തന്നെ മുമ്പോട്ട് പോവാ. ഡബിൾ എ എൻ തന്നെ ഇ ആണ് വേണ്ടത്. സോ ഇതെന്തായാലും ആൻസർ അല്ല, ആർ എന്നല്ല. ഡബിൾ എ ഇ ആർ എന്ന് വേണം. സോ ഇതുമല്ല ആൻസർ. ഇതെല്ലാം സ്ട്രൈക്ക് ചെയ്തിട്ട് തന്നെ മുമ്പോട്ട് പോവാ. അപ്പൊ ഡി എന്ന് ആൻസർ കിട്ടി. ഡി എന്ന് ആൻസർ കിട്ടിയ ഒന്നുകൂടി ചെക്ക് ചെയ്യുക, ഡബിൾ എ എൻ ഇ ആർ എ. സോ ഡി വിൽ ബി ദി ആൻസർ. കിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ? സോ ഇവിടെ എന്ത് ആൻസർ വരും? ഡി ആൻസർ വരും. റെഡി റെഡി? ഓക്കെ ആണോ? ഒരു മിനിറ്റ്. അപ്പൊ നമ്മള് ഏകദേശം ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഡൂബിൾ കാറ്റഗറി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നീട് നമുക്ക് വേറെ കുറച്ചുകൂടി നമ്മൾ കോൺസെപ്റ്റ്സ് പഠിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് ഒരു കാര്യം, ഞാൻ ഒരു മിനിറ്റ് റെക്കോർഡിംഗ് ഒന്ന് ഓഫ് ആക്കാം.